ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരിക്കൽ കൂടി പാട്ടുകളുടെ വഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ വയലാറിൻ്റെ ഓർമ്മകളിലൂടെ കുറച്ച് പാട്ടുകളൊക്കെ കേട്ടു. ഇന്ന് പാട്ട് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഡയറക്റ്റായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അതിൻ്റെ ഒത്തിരി സ്റ്റെപ്പുകളുമായിട്ട് ഒരിക്കൽ കൂടി ജോസഫ് ജോൺ സാറിനെ നമ്മുടെ എല്ലാവരുടെയും പേരിലും ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. ജോസഫ് സാർ, യു ആർ വെൽക്കം. താങ്ക് യു. സർവേശ്വരന് സ്തുതി. മാറ്റിനി ഫ്രീ വെബിനാറിന്റെ സാരഥി സാബു കേരളം സാർ, സന്നിഹിതരായിട്ടുള്ള ഗുരുജനങ്ങളെ, ഹൃദയബന്ധുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇഫ് യു വാണ്ട് ടു ഫിക്സ് യുവർ ബോഡി, ഗോ ടു ദ ജിം. ഇഫ് യു വാണ്ട് ടു ഫിക്സ് യുവർ മൈൻഡ്, ലിസൺ ടു മ്യൂസിക്. നിങ്ങളുടെ ശരീരത്തെയാണ് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യേണ്ടതെങ്കിൽ, ഫിക്സ് ചെയ്യേണ്ടതെങ്കിൽ ജിമ്മിലേക്ക് പോകൂ. ഇഫ് യു വാണ്ട് ടു ഫിക്സ് യുവർ മൈൻഡ്, ലിസൺ ടു മ്യൂസിക്. ഇന്ന് പാട്ടിനെ കുറിച്ച് ഗൗരവതരമായ ഒരു ചർച്ചയ്ക്കാണ് ഞാൻ മുതിരുന്നത്. നമ്മുടെ ജീവിതത്തെ സുന്ദരമാക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത് പാട്ടുകൾ, സംഗീതമാണ്. നമുക്കറിയാം, ജീവിതം തിരക്കേറി വന്നു, ജീവിതശൈലി, ഭക്ഷണശൈലി എല്ലാം മാറി. അപ്പോഴെന്താണ് സംഭവിച്ചത്? രോഗങ്ങൾ നമ്മുടെ കൂട്ടിനായി എത്തി. ആധുനിക വൈദ്യശാസ്ത്രം പരിപൂർണമായ ഒരു രക്ഷാസങ്കേതം അല്ല ഇന്നും, നമുക്കറിയാം. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ സംഗീതത്തെ പോലെയുള്ള സമാന്തര ചികിത്സകൾ, അനുബന്ധ ചികിത്സകൾ കൂടി ചെയ്തുകൊണ്ട് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം. നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളെയും സന്തോഷിപ്പിക്കുന്നതിനും എല്ലാ നാഡികളെയും ഉത്തേജിപ്പിക്കുന്നതിനും സംഗീതത്തിന് കഴിവുണ്ട്. നമ്മുടെ ജീവിതത്തിൽ സംഗീതം അത്ഭുതകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. നമുക്കൊക്കെ ഓർമ്മ വെച്ച നാൾ മുതൽ കുറെ സംഗീതത്തോട് താല്പര്യമുണ്ട്, അല്ലേ? അത് നാം അറിയാതെ, അല്ലെങ്കിൽ നമ്മുടെ അനുവാദം കൂടാതെ നമ്മുടെ മനസ്സിൽ ചേക്കേറിയ എത്രയോ പാട്ടുകൾ. അന്നും ഇന്നും സാധാരണക്കാരൻ്റെ പ്രാപ്യമായ സംഗീത മാധ്യമം ചലച്ചിത്ര ഗാനങ്ങൾ തന്നെയാണ്. റേഡിയോയും ടെലിവിഷൻ അന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അതുപോലെ തന്നെ കഥാപ്രസംഗം, വിശേഷിച്ച് പറയുകയാണെങ്കിൽ സാംബശിവന്റെ കഥാപ്രസംഗം എന്ന് എടുത്ത് പറയേണ്ടി വരും. നമുക്കൊക്കെ ഏറെ ഇഷ്ടമായിരുന്നു, അല്ലേ? അതിലെ ചില ഈരടികൾ ഇന്നും നമ്മുടെയൊക്കെ മനസ്സിൽ തത്തിക്കളിക്കുന്നില്ലേ? ഉണ്ട്. സാംബശിവന്റെ നായികമാരെ ഓർത്തു പോവുകയാണ്. ഒന്ന് ഡെസ്ഡെമോണ, ഒഥല്ലോയിലെ നായിക. അപ്സരസാണെന്റെ കഷ്ടമൺ ഹൃദ്യമായി പാടുമാടും സുഹൃത്ത് സമ്മേളനങ്ങളിൽ, സൽസ്വഭാവത്തിന്റെ ദേവതയാണവൾ, സംശയിക്കില്ലൊരു കാലവും നിന്നെ ഞാൻ. അങ്ങനെ ചടുലമായ സംഗീതത്തിലൂടെയാണ് സാംബശിവൻ കഥകൾ അവതരിപ്പിച്ചിരുന്നത്. എത്ര രസമായിരുന്നു. പുഷ്പിത ജീവിത വാടിയിലോ അപ്സര സുന്ദരി അനീഷ. അനീഷയെ കുറിച്ച് പറയുന്നു. പുഷ്പിത ജീവിത വാടിയിലോ ഒരു അപ്സര സുന്ദരിയായി ആണ് അനീഷ്യ. ഇതൊക്കെ ചടുലമായ സംഗീതത്തോടൊപ്പം ക്ലാരനെറ്റ് എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടല്ലേ? അതൊക്കെ അങ്ങോട്ട് വായിക്കുന്ന കേട്ട എന്ത് നമ്മൾ കോരി തരിച്ചു പോകും. ചില പാട്ടുകൾ എൻ്റെ ജീവിത കാഴ്ചപ്പാടിനും മാറ്റമുണ്ടാക്കി, അല്ലെങ്കിൽ എൻ്റെ ജീവിത കാഴ്ചപ്പാടിനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് പറയാം. നമുക്കൊക്കെ നിങ്ങളുടെയൊക്കെ അനുഭവത്തിൽ ഒന്ന് ചെറുപ്പകാലത്തേക്ക് തിരിഞ്ഞു നോക്കിയാൽ അറിയാൻ പറ്റും. അതിലൊന്നാണ് വാനിലെ വാരുളി താരകളൊക്കെയും
വാരി വിതറിയ ദൈവപുത്രൻ മനുഷ്യനായപ്പോൾ വേല ചെയ്യുന്നതിൽ മാനക്കേടൊന്നും കരുതിയില്ല. ആ പാട്ട് എൻ്റെ മനസ്സിനെ ഒത്തിരി സ്വാധീനിച്ചു. ആ ബാലൻ ദൈവപുത്രൻ എന്താ ചെയ്തത്? കൊച്ചുളി ചുറ്റിക വരകോല് കൊണ്ടല്ല. കൊച്ചുനാൾ തൊട്ട് പണി ചെയ്തു, അമ്മയെ സഹായിച്ചു. വിറക് വെട്ടാൻ, വെള്ളം കോരുവാനൊന്നും മടി കാണിച്ചില്ല, പാത്രം കഴുകാനൊന്നും മടി കാണിച്ചില്ല. ആ പാട്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ കടന്നു. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ആ പാട്ടിന് ഉള്ള സ്വാധീനം എൻ്റെ ജീവിത ശൈലിയിൽ വന്നു എന്ന് ഞാൻ ഓർക്കുകയാണ്. വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് വിലക്കുമായിരുന്നു എങ്കിലും ഈ പാട്ടിന്റെ സ്വാധീനമായിരുന്നിരിക്കാം അമ്മയോടൊപ്പം ജോലിയിലും പശുവിനെ നോക്കുന്നതിലും പാല് കച്ചവടം നടത്തുന്നതിലും ഒക്കെ ഞാൻ കൂട്ടാളിയായി നിന്നു എന്നുള്ളത് ഞാനിപ്പോൾ വളരെ സന്തോഷത്തോടെ ഓർക്കുകയാണ്. ഈ പാട്ടിന്റെ സ്വാധീനം കാണണം. ധാരാളം പാട്ടുകളുണ്ട് അന്ന് നമ്മുടെ കുഞ്ഞു മനസ്സിൽ ചേക്കേറിയവ, ജീവിതത്തെ സ്വാധീനിച്ചവ. നിങ്ങൾക്ക് എന്നെന്നും ഓർക്കാവുന്ന പാട്ടുകൾ, ആർക്കെങ്കിലും അങ്ങനെയുള്ള ഒരു പാട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാവുന്നതാണ്. സാബു സാർ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, എന്നെ എനിക്ക് കാണാൻ പറ്റുന്നില്ല ഈ സ്ക്രീനിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ. മൊബൈലാണോ സാറേ? മൊബൈലാണ്. സ്ക്രീൻ ഒന്ന് സ്ലൈഡ് ചെയ്താ അല്ലെങ്കിൽ ഞാൻ സാറിന്റെ സ്പോട്ടിലേക്ക്. ഓക്കെ. ഇപ്പോഴോ? ഇപ്പൊ ഓക്കെ അല്ലേ? അല്ല, ഞാൻ സ്ലൈഡ് ചെയ്തു. ഇപ്പൊ എല്ലാരെയും ഒരു 6 പേരെ കാണാം. ഓക്കെ 8 പേരെ കാണാം. ഓക്കെ. അപ്പൊ സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ അത് ബുദ്ധിമുട്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ആയിരിക്കും. ഓക്കെ. ആർക്കെങ്കിലും ഇതിൽ ഒത്തിരി പാട്ടുകാരുണ്ടെന്ന് എനിക്കറിയാം. കഴിഞ്ഞ വയലാർ അനുസ്മരണത്തില് പാട്ടുകാരനല്ലെങ്കിൽ ഞാൻ ഒരു 2 ലൈൻ മൂളാം. തീർച്ചയായിട്ടും. അതാണ് കാലങ്ങളോളം കൊണ്ടു നടന്ന് ഇന്നും അതെന്റെ മുൻപിലുണ്ട്. ഞാൻ പാടുകയല്ല, പറയുകയാണ്. മതി. കാനനച്ചോലയിലാടുമേയ്ക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. പാടില്ല പാടേ നമ്മൾ. ബാക്കി എനിക്ക് അറിയില്ല സാർ. മറന്നൊന്നും ചെയ്തുകൂടാ. അപ്പൊ ഞാനിതിങ്ങനെ മൂളുമ്പോ ബാക്കി ശ്രീമതി കൂടി മൂളിത്തരും. ഇപ്പോഴും അവിടെ തന്നെയാണോ നിൽക്കണത് എന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ നിന്നെ കൊണ്ടുപോകുന്നല്ലോ. ഓക്കെ സാർ, താങ്ക് യു. ഇടയ്ക്കൊക്കെ നമ്മൾ അവിടെ പോണം അല്ലേ? കാനനച്ചായയിലേക്ക് ഇന്ന് വനത്തിലെ കാഴ്ച കാണാൻ എന്നെയും കൂടെ കൊണ്ടുപോകും, നിന്നെ ഒരിക്കൽ ഞാൻ കൊണ്ടുപോകാം ഇന്നു വേണ്ടി. ആ ഒരു മലയാളി മനസ്സുകളിൽ മറക്കാത്ത ചങ്ങമ്പുഴയുടെ വരികളാണത്. നമ്മുടെ ഒരു വികാരമാണ് ആ പാട്ട് അല്ലേ? സാർ ഓർത്തെടുത്ത് പാടിയതിൽ വളരെ സന്തോഷമുണ്ട്. നന്ദി സാർ. ഇനി ആർക്കെങ്കിലും പഴയ പാട്ട്? ഇന്ന് വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകമായിരുന്നു രമണൻ. അപ്പൊ ഇത് കേട്ടപ്പോ അത് ഇന്ന് ഓൾറെഡി അപ്പൊ ഇന്ന് തന്നെ തീർക്കണം എന്ന് വിചാരിച്ചിങ്ങനെ എന്ത് രസമാണ് എൻ്റെ അമ്മോ. ആ പഴയതിലേക്കും നമ്മുടെ കൗമാരത്തിലേക്കും നഷ്ട സ്വപ്നങ്ങള്. നമുക്ക് ഇത്ര ഇങ്ങനെയൊക്കെ ആകാമായിരുന്നു, വേണമെങ്കിൽ ഒരു ലൈൻ അടിച്ചൊക്കെ നടക്കാമായിരുന്നു, അതൊക്കെ നഷ്ടപ്പെടുത്തിയില്ലോ എന്നുള്ള ഒരു സങ്കടം തോന്നി എനിക്ക്. അന്നത്തെ സാഹചര്യം അങ്ങനെയായിരുന്നല്ലോ എന്നും കൂടെ കരുതാം നമുക്ക്. പിന്നെ ചങ്ങമ്പുഴ വയലാറിനെ ഏറ്റവും സ്വാധീനിച്ച കവിയാണ് എന്ന് പറഞ്ഞ് നമുക്ക് കഴിഞ്ഞ അനുസ്മരണത്തിൽ നമ്മൾ ഓർത്തതാണ്. ഇപ്പൊ ഈ പാട്ട് എഴുതിയത് ഫൗസ്റ്റിൻ എന്ന കപ്പുച്ചൻ അച്ഛനാണ്. ഈ പാട്ടിന് സംഗീതം കൊടുത്തത് കുമരകം രാജപ്പൻ. ഇത് ഏത് വർഷത്തെയാണെന്ന് ഞാൻ നോക്കിയിട്ട് കിട്ടിയില്ല, പക്ഷെ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കേട്ട പാട്ടുകളാണെന്ന് അറിയാം. ഇത് പാടിയത് യേശുദാസും KP കോമളവും ചേർന്നാണ്. ഓരോരുത്തരുടെയും അഭിരുചി അനുസരിച്ചാണ് പാട്ടിനോട് ഇഷ്ടം തോന്നുന്നത് അല്ലേ? നമ്മുടെ പാട്ട് നമ്മെ തേടിയെത്തും. ഇപ്പൊ തേടിയെത്തിയത് കണ്ടോ? കുലയനൻ സാറിന് തേടി ആ പാട്ട് എത്തി. അത് സാറിന് പാടാതിരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ആ പാട്ടിന്റെ സ്വാധീനം. സംഗീതത്തെ നെഞ്ചോട് ചേർക്കാൻ പാടാൻ കഴിവ് വേണമെന്നൊന്നുമില്ല, കേൾക്കാനും കഴിവ് വേണമെന്നില്ല. ആ സംവേദനം ഉൾക്കൊള്ളാൻ കഴിവുണ്ടായിരുന്നാലും മതി. ശ്രദ്ധിച്ചാൽ മതി അല്ലേ?
ആസ്വദിച്ചാൽ മതി. ആസ്വദിച്ചാൽ മതി. പ്രിയമുള്ളവരെ, നമ്മുടെ വിഷയത്തിലേക്ക് വരാം. എന്താണ് മ്യൂസിക്? ഇൻഫ്ലുവൻസ് ഓഫ് മ്യൂസിക് ഇൻ അവർ ലൈഫ്, നമ്മുടെ ടോപ്പിക്. വാട്ട് ഈസ് മ്യൂസിക്? എന്താണ് മ്യൂസിക് എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുക? വികാരങ്ങളുടെ ഭാഷ. വികാരങ്ങളുടെ ഭാഷ. കവിതാത്മകമായി പറഞ്ഞോളൂ. നീ വരട്ടെ. എനിക്ക് കിട്ടാത്തൊരു ഡെഫിനിഷൻ ആയിരുന്നു. എന്താണ് മ്യൂസിക്? പറയാൻ പറ്റാത്ത ഒരു വികാരത്തിന്റെ അനുഭവം. ഓക്കെ. എല്ലാവരും കവിതാത്മകമായിട്ട് സംസാരിക്കുന്നു, സന്തോഷമുണ്ട്. ഞാൻ അതിന്റെ ഡെഫിനിഷൻ പറയാം. എനി കോമ്പോസിഷൻ മീൻസ് കമ്പോസ് ചെയ്യുക എന്നുള്ളത്. സൗണ്ട് കമ്പോസ് ചെയ്യുന്നുണ്ടല്ലോ. എനി കമ്പോസിഷൻ ഓഫ് സൗണ്ട്സ് ടുഗദർ ഇൻ എ വേ ദാറ്റ് പ്രൊഡ്യൂസസ് ആൻ ഈസ്തെറ്റിക് എക്സ്പീരിയൻസ് ഇൻ മ്യൂസിക് ഈസ് മ്യൂസിക്. വോക്കൽ ഓർ ഇൻസ്ട്രുമെന്റൽ സൗണ്ട്സ്, വോക്കലോ ഇൻസ്ട്രുമെന്റൽ സൗണ്ട്സോ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് combined in such a way as to produce beauty of form, harmony and expression of emotion. ഇതെല്ലാം തരുന്നതാണ് മ്യൂസിക്. മ്യൂസിക് ഏത് രീതിയിലാണ് എഴുതുന്നതെന്ന് പറയാം. മ്യൂസിക് എഴുതുക എങ്ങനെയാണ് എഴുതുക? സിംബൽസ് അല്ലെങ്കിൽ അതിന് നൊട്ടേഷൻസ് എന്നാണ് പറയുക. നൊട്ടേഷൻസ്. അപ്പൊ നമ്മളൊരു പാട്ട് എഴുതുന്നതിനോ പാട്ടിന്റെ വരികൾക്ക് എന്താണ് പറയുക? അറിയാം, പറഞ്ഞു. സംശയിക്കണ്ട. പാട്ടിന്റെ വരികൾക്ക് എന്താ പറയുക? ലിറിക്സ്. ലിറിക്സ് സോങ്ങിനാണുള്ളത്, മ്യൂസിക്കിന് നൊട്ടേഷൻസ് ആണ്. പക്ഷെ സോങ്ങില് ഇത് രണ്ടും കൂടി എല്ലാം കൂടി കമ്പൈൻ ചെയ്ത് വരുമ്പോഴാണ് നല്ല കമ്പോസ് ചെയ്ത ഒരു പാട്ടായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരിക. എന്താണ് ഒരു സോങ് എന്ന് പറഞ്ഞാൽ? സോങ് ഈസ് യൂഷ്വലി റെഫേർഡ് ടു ആസ് ലിറിക്സ് വെൻ ഇറ്റ് ഈസ് ഓൺ പേപ്പർ. പേപ്പറിലായിരിക്കുന്ന ആ സമയത്ത് അതിനെ ലിറിക്സ് എന്നാണ് പറയുക. ബട്ട് ഇറ്റ് ബിക്കംസ് എ സോങ് വെൻ സങ് ബൈ ആൻ ഇൻഡിവിജ്വൽ. ഒരു വ്യക്തി അത് പാടുമ്പോൾ അതൊരു പാട്ടായിട്ട് മാറും. അതിൻ്റെ കൂടെ നമ്മുടെ മ്യൂസിക് കമ്പോസേഴ്സ് അവരതിൻ്റെ മ്യൂസിക് ചിട്ടപ്പെടുത്തി കൊടുത്ത് തരുമ്പോൾ നമ്മളിപ്പോൾ കേൾക്കുന്ന മനോഹര ഗാനങ്ങളായിട്ട് പിറവിയെടുക്കുകയാണ് ചെയ്യുക. നമുക്ക് എടുത്തു പറയാവുന്ന കുറച്ച് പഴയ മ്യൂസിഷ്യൻസ്, മ്യൂസിക് കമ്പോസേഴ്സ്, മ്യൂസിക് കമ്പോസേഴ്സിനെ ഒന്ന് പറയാമോ? ഒരു 2-3 പേരുടെ, ഒത്തിരി പേരുണ്ട്. അർജുനൻ, ദേവരാജൻ മാഷ്, അർജുനൻ. ഇവരൊക്കെ മാഷ് എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുക. എന്ന് പറഞ്ഞാൽ അവരുടെ ആ സ്വാധീനം, അവരുടെ ഒരു പ്രൗഢി, ആ രംഗത്ത് അവർക്കുണ്ടായിരുന്ന പ്രൗഢിയാണ് കാണുന്നത്. ദേവരാജൻ മാഷ്, അർജുനൻ മാഷ്, രവീന്ദ്രൻ മാഷ്, ശ്രീകുമാരൻ തമ്പി കവിയാണ്. കൃഷ്ണമൂർത്തി. ശ്രീകുമാരൻ തമ്പി സാറ് ലിറിക്സ് ആണ്, മ്യൂസിക് കമ്പോസ് ചെയ്യുന്നവരെയാണ്. നമ്മളിപ്പോൾ ഏറ്റവും പഴയ ഒരു അതിമനോഹരമായിട്ട് സംഗീതം ചെയ്തിരുന്ന ഒരാളെ നമ്മൾ വിട്ടുപോയി. ദക്ഷിണാമൂർത്തി സ്വാമികള്. പിന്നെ ഞാൻ ഉദ്ദേശിച്ചത് ബാബുക്കയാണ്. എം എസ് ബാബുരാജ്. അവരൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന പാട്ടുകൾ, അവയ്ക്കൊന്നും ഒരിക്കലും തലമുറകൾ മാറിയാലും മരണമില്ല എന്നുള്ള. സുറുമയെഴുതിയ മിഴികള് ബാബുക്കയുടെ പാട്ടാണ് അല്ലേ? സുറുമയെഴുതിയ മിഴികളെ പ്രണയമധുര തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ സുറുമയെഴുതിയ മിഴികളെ. എന്ത് രസമായിട്ട് അത് കമ്പോസ് ചെയ്തിരിക്കുന്നു. അതുപോട്ടെ, നമുക്ക് ഇപ്പോൾ മ്യൂസിക് സോങ് പറഞ്ഞു.
ഒറിജിൻ ഓഫ് മ്യൂസിക്. ഈ മ്യൂസിക് അല്ലെങ്കിൽ സോങ് എന്ന് തന്നെ എടുത്തോളൂ, വലിയ വ്യത്യാസമില്ല. നമ്മളിപ്പോ സോങ്ങിനെ മ്യൂസിക് എന്നൊക്കെയാണ് പറയുക. പക്ഷെ അതിന്റെ ചെറിയ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കി. എങ്കിലും ഈ മ്യൂസിക് അല്ലെങ്കിൽ സോങ് ഒക്കെ എന്നാ തുടങ്ങിയതെന്ന് വല്ല ഐഡിയയും ഉണ്ടോ? ആർക്കെങ്കിലും പറയാം, നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്നായിരിക്കും ഈ മ്യൂസിക് തുടങ്ങിയത്? മനുഷ്യനുള്ളിടത്തോളം കാലം ഉണ്ടെന്ന് വിചാരിക്കാം. മനുഷ്യൻ, അതെ അതെ, ഫ്രം ദ ബിഗിനിങ്, സിൻസ് ദ ബിഗിനിങ്. അതുപോലെ എങ്ങനെയായിരിക്കും ഈ സംഗീതത്തെ ഇവര് പ്രകൃതിയിലെ എല്ലാ സൗണ്ടും മ്യൂസിക് അല്ലേ സാറേ? അതെ അതെ, പ്രകൃതിയിൽ നിന്നാണ് അവര് ഈ മനുഷ്യര് സംഗീതം അഡോപ്റ്റ് ചെയ്തതെന്ന് പറയാം. കിളികളുടെ പാട്ട്, കാറ്റ് വീശുന്നത് തന്നെ സംഗീതമല്ല, പുഴ ഒഴുകുന്നത് സംഗീതമല്ല, അരുവി എല്ലാം. സാർ പറഞ്ഞത് വളരെ ശരിയാണ്, പ്രകൃതിയാണ് സംഗീതത്തിന്റെ അമ്മയെന്ന് പറയാം, അല്ലേ? എത്ര ചെറിയ ജനസമൂഹമായാലും അവരുടേതായിട്ടുള്ള സംഗീതമുണ്ടായിരുന്നു. നമുക്കറിയാം, ഗോത്രവർഗങ്ങൾക്ക്, ആദിവാസികൾക്ക് നാടൻ പാട്ടുകൾ, അങ്ങനെ പല രീതിയിൽ പാട്ടുകളുണ്ട്. മനുഷ്യർ തുടങ്ങിയ കാലം, ജീവിതം തുടങ്ങിയ കാലം മുതൽ തന്നെ സംഗീതം ഉണ്ടായിരുന്നു എന്ന് വേണേൽ നമുക്ക് പറയാം. മനുഷ്യൻ എക്കാലത്തും പാട്ടുപാടി, നൃത്തം ചവിട്ടി, വാദ്യോപകരണങ്ങൾ വായിച്ചു. ആദ്യത്തെ വാദ്യോപകരണങ്ങൾ കൊമ്പ്, കമ്പ്, അങ്ങനെയൊക്കെ ഉള്ളതായിരുന്നിരിക്കാം. ഇമ്പോർട്ടൻസ് ഓഫ് മ്യൂസിക്, മ്യൂസിക്കിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് എത്ര പറഞ്ഞാലും തീരില്ല. അതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയവും. സംഗീതമേ അവരസല്ലാപമേ, ആ 2 ലൈൻ ആരെങ്കിലും ഒന്ന് പാടുമോ? കഴിഞ്ഞ ദിവസം പാടിയ വിജയകുമാർ, അങ്ങനെ ഞാൻ വിജയകുമാർ സാർ ആരൊക്കെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു, രവി സാറ്, അവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പാടിയാൽ നന്നായിരുന്നു. ജീവിതത്തെ മെച്ചപ്പെടുത്തുന്നു സംഗീതം. പാട്ടുകാരും ഇല്ലെന്ന് തോന്നുന്നു, സാറ് തന്നെ പാടില്ല. അത് മണ്ണിന് വിണ്ണിന്റെ വരദാനമാണ് സംഗീതം എന്ന പാട്ടിൽ പറയുന്നു. മണ്ണിനു വിണ്ണിന്റെ വരദാനമേ, വേദനയെ പോലും വേദാന്തമാക്കി മാറ്റിയ, അത് ഒത്തിരി അർത്ഥമുള്ള പാട്ടാണത്. ആ പാട്ടൊന്ന് കേൾക്കണേ. ഇറ്റ് ഈസ് മോർ ദാൻ ജസ്റ്റ് എ ഹോബി. പണ്ടൊക്കെ ഒരു ഹോബി പോലെ, അല്ലെങ്കിൽ നമ്മളൊക്കെ ഹോബി പോലെയാണ് പാട്ടിനെ കരുതുക. പക്ഷെ അതിലപ്പുറമാണ് പാട്ടിന്റെ പ്രാധാന്യം. അത് നാം മനസ്സിലാക്കണം. നേരത്തെ പറഞ്ഞു, ശാരീരികം, മാനസികം, ആധ്യാത്മികം, ഈ തലങ്ങളെല്ലാം സ്വാധീനിക്കാൻ കഴിയുന്ന കലയാണ്, സുകുമാര കലയാണ് സംഗീതം. അത് നമ്മുടെ ഹൃദയധമനികളെയും എല്ലാ നാഡികളെയും ഉത്തേജിപ്പിക്കുന്നു. ലിസണിങ് ടു മ്യൂസിക് ക്യാൻ ഹെൽപ്പ് വിത്ത് വേരിയസ് ഇമോഷൻസ് ആൻഡ് ഫിസിക്കൽ പ്രോബ്ലംസ് ആൻഡ് റെഗുലേറ്റ് അവർ മൂഡ്. സംഗീതത്തിന് എന്തെല്ലാം ചെയ്യാൻ കഴിയും? ഇനി സംഗീതത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് ഒന്ന് പരിശോധിക്കാം. എന്താണ് സംഗീതത്തെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു കാര്യം? അതിനെ ഒരു ഭാഷയായിട്ട് കണ്ടാൽ, മ്യൂസിക്കിനെ ഒരു ഭാഷയായിട്ട് കണ്ടാൽ അതെങ്ങനെയുള്ള ഭാഷയായിരിക്കും? നാദഭാഷ. നാദഭാഷ. ഓക്കെ, യെസ്, നാദം ആവശ്യമാണ് സംഗീതത്തിന്. വെരി ഗുഡ്. അല്ല, അതിനെ നമുക്കൊരു വിശാലമായ കാഴ്ചപ്പാടിലൂടെ ഒന്ന് നോക്കിക്കണ്ടാൽ പ്രകൃതി ഭാഷ എന്ന് പറയാം. പ്രകൃതി ഭാഷ എന്ന് പറയാം. അത് എവിടെ ഒതുങ്ങി നിൽക്കുന്നു? എവിടെയെങ്കിലും ഒതുങ്ങി നിൽക്കുന്നുണ്ടോ? പ്രപഞ്ചം മൊത്തം വിചാരിക്കാം. അപ്പോ യൂണിവേഴ്സൽ ലാംഗ്വേജ്, മ്യൂസിക് ഈസ് എ യൂണിവേഴ്സൽ ലാംഗ്വേജ്. മ്യൂസിക്കിന് ഭാഷയില്ലെന്ന് വേണേൽ പറയാം. മറ്റു ഭാഷകളിലെ പാട്ട് കേട്ടാൽ, ഇപ്പൊ ഓസ്കാർ അവാർഡ് കിട്ടിയ പാട്ട് ഏതായിരുന്നു? ഇല്ല, മ്യൂസിക്കിന് ഭാഷയില്ല, അത് ശരിയാണ്. നാട്ടുനാട്ട്. ആ പാട്ടിനൊപ്പം ലോകം മുഴുവൻ ചുവട് വെച്ചു എന്നുള്ളതാണ്. അപ്പോ തെലുങ്ക് അറിഞ്ഞിട്ടല്ലല്ലോ സായിപ്പന്മാർ ആ പാട്ടിനെ സ്വീകരിച്ചത്. അപ്പോൾ സംഗീതത്തിന്, മ്യൂസിക്കിന് ഭാഷയില്ല. സോങ്ങിന് ഭാഷ ഉണ്ടാവാം, പാട്ടിന് ഭാഷ ഉണ്ടാവും, അല്ലേ? സംഗീതത്തിന് ആ പാട്ടിന്റെ പിന്നിലുള്ള പശ്ചാത്തല സംഗീതം ഉണ്ടല്ലോ, ആ സംഗീതം വേറിട്ട ഒന്നാണ്.
അത് ലോകത്തെവിടെയും മനുഷ്യ മനസ്സുകളെ ത്രസിപ്പിക്കാൻ സാധിക്കുന്ന കാര്യമാണ്. മനുഷ്യര് മാത്രമല്ല, പക്ഷി മൃഗാദികളെല്ലാം സംഗീതം ആസ്വദിക്കുന്നുണ്ട്, കേൾക്കാൻ കഴിവുള്ള എല്ലാം. യെസ്, അത് ഞാൻ ഈയിടെ ഒരു വീഡിയോ കണ്ടു. ഈ ഒരു പാട്ട് കേട്ടുകൊണ്ട് പശു ആസ്വദിച്ച് ഇങ്ങനെ തലയാട്ടി നിൽക്കുന്ന ഒരു, നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടോ? വളരെ രസമുണ്ടായിരുന്നത്. അതുപോലെ തന്നെ പക്ഷി മൃഗാദികൾ, പശുവിലാണ് ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ട് പാട്ടിനോട് ഒരു കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. യൂണിവേഴ്സൽ ലാംഗ്വേജ്. പാട്ട് കേൾക്കുമ്പോൾ പശു വേഗത്തിൽ കൂടുതൽ പാല് ചുരുത്തുന്നല്ലോ പറയുന്നു. പാല് ചുരുത്തുന്ന ഒരു അനുഭവം ഇവിടെ നമ്മൾ ഷെയർ ചെയ്ത് കണ്ടിട്ടുണ്ട്. അല്ല, പാലിന്റെ ഗുണം കൂടുന്നത് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് സാർ. അത് റിസർച്ച് നടന്നിട്ട് പലയിടത്തും പിന്നെ രാത്രിയിലൊക്കെ മ്യൂസിക് വെച്ചു കൊടുക്കുന്നുണ്ട് പശുത്തൊഴുത്തില്. അതെ അതെ അതെ. അതായത് മനസ്സ് സന്തോഷിക്കും. നമ്മുടെ ദുഃഖങ്ങളെല്ലാം ആ കേൾക്കുന്ന ടൈമിൽ നമ്മളെല്ലാം മറന്നിരിക്കും. സംഗീതത്തിൽ ഡൈവേർട്ട് ചെയ്തു പോകും അല്ലേ? പോസിറ്റീവ് ഹോർമോൺസ് ഒക്കെ ഉണ്ടാവും. പോസിറ്റീവ് ഹോർമോൺസ്, ഹാപ്പി ഹോർമോൺസ് ഒക്കെ ഉണ്ടാകും. അപ്പോ കൾച്ചറൽ ബാരിയേഴ്സ്, അതിരുകളില്ല പാട്ടിന്, സംഗീതത്തിൽ എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. വൈകാരിക തലത്തിൽ ഒരുമിച്ച് പോകാൻ സാധിക്കും പാട്ടിന് എല്ലാവരെയും. വേറൊരു കോട്ട് ഞാൻ ഓർക്കുന്നു, പാട്ടിനാണ് അല്ലെങ്കിൽ സംഗീതത്തിനാണ് ഈ ലോകത്തെ ഒന്നിപ്പിക്കാൻ കഴിയുക. ഒന്നിപ്പിക്കാൻ കഴിയുന്ന ഒരേ ഒരു ടൂൾ സംഗീതമാണെന്ന് വായിച്ചത് ഓർക്കുന്നു. അപ്പോ ലോകത്തെ ഒന്നിപ്പിക്കാൻ, ഒരു കുടക്കീഴിലാക്കാൻ ഏറ്റവും എഫക്റ്റീവ് ടൂളാണ് മ്യൂസിക്. ജോസഫ് സാറേ, നമ്മുടെ ശ്രീകൃഷ്ണന്റെ ഓടക്കുഴൽ വായനയില് അന്ന് ആ നദിയിലെ മത്സ്യങ്ങൾ ഉയർന്നു പൊങ്ങി ചാടി കളിച്ചിരുന്ന ഒരു വിവരണങ്ങൾ പണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സംഗീതം വെള്ളത്തിലുള്ള മത്സ്യങ്ങൾ പോലും ആസ്വദിക്കുന്നു എന്ന് അന്ന് പറഞ്ഞു വെച്ചതാണ്. അതെ അതെ അതെ. പക്ഷെ അങ്ങനെ ചെയ്യുന്നത് ഈ മത്സ്യം വളർത്തുന്ന സങ്കേതങ്ങളിൽ ഇങ്ങനെ പാട്ടിന്റെ ഒരു പ്രസക്തി, അതിന്റെ സ്വാധീനം, അതും തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. സാർ പറഞ്ഞത് വളരെ ശരിയാണ്. അപ്പോ എവിടെയും പ്രകൃതിയിലെ ജീവജാലങ്ങളൊക്കെ സംഗീതം ആസ്വദിക്കുന്നു, അല്ലെങ്കിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ അവർ പാടുന്നുണ്ട്. നമുക്ക് ചിലപ്പോൾ കേൾക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല, പാടുന്നുണ്ടായിരിക്കാം അല്ലെ? കിളികൾ പാടുന്നത് നമുക്ക് കേൾക്കാം. മ്യൂസിക് ബ്രിങ്സ് ഡൈവേഴ്സ് കമ്മ്യൂണിറ്റീസ് ടുഗദർ. വിഭിന്നമായിട്ട് നിൽക്കുന്നവരെ പോലും ഒന്നിച്ചു കൊണ്ടുവരാനായിട്ട് സംഗീതത്തിന് കഴിയും. മനുഷ്യനൊന്നാകട്ടെ, മതമേതെങ്കിലും ആകട്ടെ, ഇങ്ങനൊരു പാട്ടുണ്ടല്ലോ. അത് എനിക്ക് തോന്നുന്നത് കുഞ്ഞൽദോ എന്ന് പറയുന്ന ഒരു സിനിമയിൽ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. മനസ്സ് ഒന്നാകട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലാകെ മാൺപുകൾ വീട്ടിയട്ടെ വിടരട്ടെ. ഈ NSSന്റെ പിള്ളേരുടെ ഒരു ഇതായിട്ട് ദേശീയഗാനം പോലെ അവരിങ്ങനെ എല്ലാ പ്രോഗ്രാം തുടങ്ങുമ്പോഴും ഈ പാട്ടാ പാടാവോ അതൊന്ന്? എനിക്കിപ്പോ ഞാനത് വരികളും മറന്നുപോയി. പിന്നെ പറ്റില്ല സാറേ. എല്ലാവരും കേട്ടിട്ടുള്ള പാട്ടാണ്. ലോകം മുഴുവൻ. അതാരാ പാടുക? പാടോ? ആബേലച്ചനാണെന്ന് എനിക്ക് തോന്നുന്നു സാറേ. ലോകം മുഴുവനും അല്ല, ആബേലച്ചൻ എഴുതിയത് ഈശ്വരനെ തേടി ഞാൻ നടന്നു എന്നുള്ള പാട്ടാണ്. ഇത് വേറെ. എന്റെ ഓർമ്മ എങ്ങനെയാണ്. ആരാ പാടുന്നു? അല്ല, ഈ പാട്ട് ആരെങ്കിലും പാടുന്നുണ്ടോ എന്ന് ഞാൻ ചോദിച്ചേ. ഇപ്പൊ നമ്മുടെ പ്ലാറ്റ്ഫോമില് അറിയില്ല. സുഖം പകരാനായി ഞാൻ നോക്കാം. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ, കഥന നിവാരണ തനിവേ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. പിന്നെ നമുക്ക് ആ പാട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്.
നമ്മൾ ആ പാട്ടിനെ ഒന്ന് ഓർക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ഇവിടെ ലക്ഷ്യമുള്ളൂ. ശോഭന നന്നായിട്ട് പാടി. താങ്ക് യു വെരി മച്ച്. അപ്പൊ ലോക സമസ്ത സുഖിനോ ഭവന്തു, ഭാരതീയ ദർശനം അല്ലെ, മനുഷ്യരെ വ്യത്യസ്തതകൾ മറന്ന് ഒന്നിപ്പിക്കാൻ ഉപകരിക്കുന്ന ആഗോള ഭാഷയാണ് സംഗീതം. മ്യൂസിക് ക്യാൻ മേക്ക് യുവർ ഡേ ഗോ ബൈ ഫാസ്റ്റർ. അടുത്തതിലേക്ക് പോകാം സാറേ. മ്യൂസിക് ക്യാൻ മേക്ക് യുവർ ഡേ ഗോ ബൈ ഫാസ്റ്റർ. സംഗീതത്തിന്റെ അകമ്പടി ഉണ്ടെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്നതിന്റെ വിരസത അറിയില്ല, മടുപ്പറിയില്ല. മേക്ക് മ്യൂസിക് ദ കോൺസ്റ്റന്റ് സൗണ്ട് ട്രാക്ക് ഓഫ് യുവർ ഡേ ടു ഡേ ലൈഫ്. കോൺസ്റ്റന്റ് സൗണ്ട് ട്രാക്ക് ആക്കി വെച്ചോളൂ സംഗീതത്തെ. അത്ഭുതങ്ങൾ സംഭവിക്കും നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്നാണ് പറയുക. വാട്ട് എവർ യു ഡു, ഓൾവേസ് ഹാവ് നിങ്ങൾ എന്ത് ചെയ്താലും ഓൾവേസ് ഹാവ് മ്യൂസിക് ഓൺ ദി ബാക്ക്ഗ്രൗണ്ട്. നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഉണ്ടായിരിക്കട്ടെ, എസ്പെഷ്യലി ഇൻസ്ട്രുമെന്റൽ മ്യൂസിക്. അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. അവിടെ അടിപൊളി പാട്ടൊക്കെ വെച്ച് ജോലിയൊക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ സംഭവിച്ചെന്നിരിക്കും. ആ പാട്ട് സെലക്ട് ചെയ്യുന്നതിലും നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പൊ ജോലി സ്ഥലത്ത്, ഓഫീസിൽ പാട്ട് വയ്ക്കാം. അവിടെ ഈ പറയുന്നത് പോലെ ബഹളമായ പാട്ടുകൾ പാടില്ല. നമ്മുടെ മൂഡ്, പോസിറ്റീവ് മൂഡ് ക്രിയേറ്റ് ചെയ്യുന്ന, നമുക്ക് പ്രത്യേക അനുഭൂതി തരുന്ന ആ ഗാനങ്ങളാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇറ്റ് റിയലി ഹെൽപ്സ് ദ ഡേ സീം ടു ഗോ ഫാസ്റ്റർ. ആ ദിവസം പെട്ടെന്ന് പോകുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നതായിട്ട് അറിയാം. നമ്മുടെ റൂട്ടീൻ ടാസ്കുകളൊക്കെ പെട്ടെന്ന് നടന്നു പോകും. നിങ്ങൾ അയൺ ചെയ്യാന്ന് വിചാരിക്കുക. അപ്പോൾ അതിന്റെ പശ്ചാത്തലത്തിൽ ഒരു സംഗീതം ഉണ്ടെങ്കിൽ നമ്മൾ അതിന്റെ മുഷിപ്പ് അറിയില്ല. എൻജോയ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. പഠിക്കാനിരിക്കുമ്പോൾ സൗമ്യ സംഗീതത്തിന്റെ പശ്ചാത്തലം ഉണ്ടെങ്കിൽ IQ 10% കൂടുമെന്ന് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പഠനം പറയുന്നു. പഠിക്കുന്നതിന് ഒരു സംഗീതത്തിന്റെ പശ്ചാത്തലം നല്ലതാണ്. ആർക്കായാലും, കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും കൂടുതൽ ഉത്സാഹവും ശ്രദ്ധയും പഠനത്തിൽ ഉണ്ടാവും മ്യൂസിക് ഉണ്ടെങ്കിൽ. മറ്റ് ദൈനംദിന ജോലികളായ കുക്കിംഗ് അവിടെയും ആകാം, ഗാർഡനിങ്, ശാരീരിക അധ്വാനം, ഓഫീസ് ജോലി, അങ്ങനെ എല്ലാ പ്രവൃത്തി അന്തരീക്ഷത്തിലും സംഗീതത്തിന്റെ അകമ്പടി ഉണ്ടെങ്കിൽ മനസ്സ് ശാന്തമാക്കി പ്രവൃത്തിയിൽ മുഴുകുന്നതിന്, കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാകുന്നതിന് അത് സഹായിക്കും എന്നാണ് പറയുക. നമുക്ക് അടുത്തതിലേക്ക് പോവാം. മ്യൂസിക് ഹെൽപ്സ് ടു റിലാക്സ് ആൻഡ് de-stress. Studies have shown that listening to music can help reduce stress levels. നമ്മുടെ സ്ട്രെസ് ലെവൽസ് കുറയ്ക്കാൻ മ്യൂസിക്കിന് കഴിയുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. റിലാക്സ് ചെയ്യുന്നതിന് ഇഷ്ടഗാനം കേൾക്കുന്നിടത്തോളം ഫലപ്രദമായ മാർഗം വേറെയില്ല. നമുക്ക് ഇഷ്ടമുള്ള ഗാനം കേട്ട് കഴിഞ്ഞാൽ അറിയാതെ നാം റിലാക്സ്ഡ് ആകും. അനുഭവിച്ചിട്ടില്ലേ? When we listen to instrumental music or play a instrumental music instrument, dopamine, a neurotransmitter that helps control your mood, is released. നമ്മുടെ മൂഡ് കൺട്രോൾ ചെയ്യുന്ന ഡോപ്പാമിൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. അത് നമ്മളെ കൂടുതൽ ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യാൻ സഹായിക്കും. This actually makes us feel better. കുറച്ചു നേരം സംഗീതം ആസ്വദിച്ചു കഴിഞ്ഞാൽ ഒരു സന്തോഷാനുഭൂതി ഉണ്ടാകുന്നത് മനസ്സിലാക്കിയിട്ടില്ലേ? ഹാപ്പി ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. പിന്നെ പാട്ടിന്റെ കോണ്ടെക്സ്റ്റുകളെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ഇന്ന് ഓശാന ഞായറാണ്.
ക്രിസ്ത്യാനികൾ വളരെ ഭക്തിയോടെ ആചരിക്കുന്ന ഒരു തിരുനാൾ. ഓശാനയെക്കുറിച്ച് എത്രയോ പാട്ടുകൾ സിനിമയിൽ തന്നെയുണ്ട്. പള്ളിയിൽ പാടുന്നത് ഇഷ്ടം പോലെ. സിനിമയിലെ പാട്ടുകളും പള്ളിയിൽ പാടുന്നതായിട്ട് ഞാൻ കണ്ടു. ജീസസ് എന്ന സിനിമയിലെ ഒരു പാട്ട്, ഓശാന ഓശാന, അതാണോ? ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ. ദാവീദിൻ പുത്രൻ ഓശാന, അല്ലേ? അത് മറന്നേ. ഓശാന 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 ദാവീദാത്മജൻ ഓശാന, അങ്ങനെ പോകുന്നു ആ പാട്ട്. പിന്നെ പഴയ ഒരു പാട്ട് നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഓമന കയ്യിൽ ഒലിവില കൊമ്പുമായി. ആർക്കെങ്കിലും പാടാമെങ്കിൽ നന്നായിരിക്കും. ഓമന കയ്യിൽ ഒലിവില കൊമ്പുമായി ഓശാന പെരുന്നാളു വന്നു, ഓശാന പെരുന്നാളു വന്നു. കേട്ടിട്ടില്ലേ? പണ്ടൊക്കെ ഞങ്ങൾ ഒരു കുട കീഴിലെ പള്ളിയിൽ പോകാറുള്ളൂ. ഇപ്പൊ എല്ലാരും ഓരോരോ കാറിലൊക്കെയാണ് പോകുക അല്ലേ? കാലങ്ങൾ മാറി. ഒരു കുടക്കീഴിലാണ് അന്ന് 2-3 പേരൊക്കെ പോയിക്കൊണ്ടിരുന്നത്, ഞാൻ ഓർക്കുന്നു. ഓരോ പ്രത്യേക സാഹചര്യത്തിനും കോണ്ടക്റ്റിനും പാട്ടുകൾ വ്യത്യസ്തമാണ്. അതിപ്പോ ജീവിതത്തിന്റെ ജന്മം തൊട്ട്, ജനനം, ബർത്ത്ഡേ സോങ്, പിന്നെ വിവാഹം, മരണം, ഇതിനെല്ലാം അകമ്പടി സംഗീതമുണ്ട്. അത് നമ്മുടെ മനസ്സിനെ, അല്ലെങ്കിൽ മനസ്സിനോടൊപ്പം സഞ്ചരിക്കാൻ വേണ്ടി പണ്ടുള്ളവർ ചെയ്തു വെച്ചിട്ടുള്ള നടപടിക്രമങ്ങളാണ്. അതിനൊക്കെ സൈക്കോളജിക്കലായിട്ട് എഫക്റ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ സ്വാന്തനപ്പെടുത്തുവാൻ, നമ്മളെ ആഹ്ലാദിപ്പിക്കുവാൻ, നമ്മളെ കരയിപ്പിക്കുവാൻ, നമ്മളെ ചിരിപ്പിക്കുവാൻ, ഇതിനൊക്കെ പാട്ടിന് കഴിയും. അപ്പോൾ ഒരാളുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കാൻ സംഗീതത്തിന് കഴിയും. ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞില്ലേ, ആദ്യത്തെ പാട്ടിൽ ഞാൻ അത് വിവരിച്ചല്ലോ. പാട്ട്, അടിപൊളി പാട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇപ്പോൾ ഈ ബാറിലൊക്കെ ആണെങ്കിൽ ചെറിയൊരു ചുവന്ന ലൈറ്റും തട്ടുപൊളിപ്പൻ പാട്ടും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അവരുടെ മൂഡ് എന്തായിരിക്കും? അവിടെ ഉണ്ടാകുന്ന മൂഡ് എന്തായിരിക്കും? വയലൻസ്. അപ്പോൾ അതുകൊണ്ടാണ് പാട്ട് സെലക്ട് ചെയ്യുന്നതിനെ കുറിച്ചും, അല്ലെങ്കിൽ ഏത് പാട്ടിനെ നാം കൂടെ കൂട്ടണം എന്നുള്ളതിനെ കുറിച്ചും ചിന്തിക്കണമെന്ന് പറയും. മ്യൂസിക് ഈസ് ഗുഡ് ഫോർ ബ്രെയിൻ ഡെവലപ്മെന്റ്. വളരെ ഗൗരവമുള്ള കാര്യങ്ങളാണ് നമ്മൾ സംഗീതത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മ്യൂസിക് പ്ലേസ് എ കീ റോൾ ഇൻ ബ്രെയിൻ ഡെവലപ്മെന്റ്. വളരെ പ്രധാനപ്പെട്ട കീ റോളാണ് മ്യൂസിക് നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെന്റിൽ ചെയ്യുന്നത്. ബിക്കോസ് ഇറ്റ് ഹെൽപ്സ് വിത്ത് ദി നർച്ചറിങ് ഓഫ് ലാംഗ്വേജ്. ഭാഷയെ വളർത്തുന്നു, നർച്ചർ ചെയ്യുന്നു. മോട്ടോർ സ്കിൽസ് ആൻഡ് ഇമോഷണൽ ഇന്റലിജൻസ്, ഇതെല്ലാം സംഗീതം പറയാതെ ആയിട്ടില്ല കേട്ടോ, ആയിട്ടില്ല. ഞാൻ പറയാം. മ്യൂസിക് പ്ലേസ് എ കീ റോൾ ഇൻ ബ്രെയിൻ ഡെവലപ്മെന്റ് because it helps with the nurturing of language, motor skills and emotional intelligence. It also has a positive effect on memory. ഓർമ്മയെ സഹായിക്കുന്നുണ്ട്. പോസിറ്റീവ് എഫക്റ്റ് ഓൺ മെമ്മറി നമുക്കറിയാം. അർത്ഥസമ്പുഷ്ടമായതും പരിചിതവുമായ സംഗീതത്തിന്റെ അകമ്പടിയോടെ പല കാര്യങ്ങളും നമുക്ക് ഓർമ്മിക്കാൻ കഴിയും. ഓർമ്മകൾ ഓർമ്മകൾ ഓലോലം തകരുമീ തീരങ്ങളിൽ ഒരിക്കലെങ്കിലും കണ്ട മുഖങ്ങളെ മറക്കാൻ എളുതാണോ? അല്ല, മറക്കാൻ എളുതല്ല. അത് നമ്മുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു മുഖവും മറന്നു പോകില്ല. അപ്പോൾ
പാട്ടിന്, സംഗീതത്തിന് നമ്മുടെ ഓർമ്മയെ പുഷ്ടിപ്പെടുത്തി നിർത്തുവാൻ സാധിക്കും. ചെറുപ്പം മുതലേ പാട്ട് കേട്ട് വളർന്ന കുട്ടികളുടെ ഭാഷാപരവും പേശീ ചലനപരമായ മോട്ടോർ സ്കിൽസ്, അവരുടെ ലാംഗ്വേജ് സ്കിൽസും മോട്ടോർ സ്കിൽസും വികാസം പ്രാപിക്കും. മറ്റുള്ളവരെക്കാളും മെച്ചപ്പെട്ടതായിരിക്കും എന്നാണ് പറയുക. പാട്ടിൻ്റെ താളം ശ്രദ്ധിക്കുന്നത് വഴി കുട്ടികളിലെ അവരുടെ ടൈമിംഗ്, കോർഡിനേഷൻ, ഏകോപനം എന്നിവ മെച്ചമായ രീതിയിൽ വികാസം കൊള്ളുന്നു. ഇത് അവരുടെ ഇന്ദ്രിയ ഏകോപനം, സെൻസറി ഇൻറ്റഗ്രേഷൻ, അതിനെ സഹായിക്കും. അതുപോലെ തന്നെ ഫൈൻ മോട്ടോർ സ്കിൽസിനെ വികസിതമാക്കുന്നു. കുട്ടികളെ ചെറുപ്പത്തിലെ മ്യൂസിക് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അത് വളരെ കാലത്തേക്ക് ലോങ് ടേം ബെനിഫിറ്റ്സ് ആണ് അതുകൊണ്ട് ഉണ്ടാവുക. അവരുടെ കോഗ്നിറ്റീവ് എബിലിറ്റീസ് ലൈക്ക് മെമ്മറി, കോൺസെൻട്രേഷൻ, ഇതെല്ലാം ഡെവലപ്പ് ചെയ്യുന്നു എന്ന് പറയും. പുതിയ വാക്കുകൾ കേൾക്കുമ്പോൾ അത് എന്താണെന്ന് കണ്ടു മനസ്സിലാക്കാൻ കഴിയാത്തതിനാൽ അവരെന്ത് ചെയ്യും? അവരുടെ മറ്റ് ഇന്ദ്രിയങ്ങൾ സാധാരണയിൽ കവിഞ്ഞ രീതിയിൽ കൂടുതൽ ഉപയോഗപ്പെടുത്താൻ നിർബന്ധിതരാകും. അങ്ങനെയാണ് മോട്ടോർ കോഗ്നിറ്റീവ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ കാരണം അതാണ്. മ്യൂസിക് ഹെൽപ്പ് ചിൽഡ്രൻ ഡെവലപ്പ് their language skills, as music and words are both made up of sounds combined differently. നമ്മൾ പറഞ്ഞതാണ്. Also helps develop reading. Important in literacy. പുതിയ വാക്കുകൾ അവർക്ക് കിട്ടും, വൊക്കാബുലറി കിട്ടും അല്ലേ? എക്സാമ്പിൾ നഴ്സറി റൈംസ്. നഴ്സറി റൈം ആരെങ്കിലും ഒന്ന് ഷെയർ ചെയ്യോ? നഴ്സറി റൈം എത്രയോ നഴ്സറി റൈംസ് ഉണ്ട്. ടീച്ചേഴ്സ് ഒന്നും ഇല്ലേ? കാക്കേ കാക്കേ കൂടെ വിട്, നഴ്സറി റൈമാണ്. അപ്പൊ അതൊക്കെ അങ്ങോട്ട് വാ തുറന്ന് നമ്മുടെ മൗത്തിന്റെ ചെറിയുടെ ചലനങ്ങളൊക്കെ അവരിങ്ങനെ നോക്കി പഠിക്കും അല്ലേ? അതാണ് റൈംസിന്റെ പ്രത്യേകത. ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, ഹൗ ഐ വണ്ടർ വാട്ട് യു ആർ. അപ്പോൾ കുട്ടികളുടെ പഠനങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തിലേക്ക് അത് പതിയുന്നു എന്നുള്ളതാണ് നഴ്സറി റൈംസ്. താങ്ക് യു ശോഭന. ആരാണോ ആൾക്ക് എവരിവൺ ഹാസ് ദെയർ ഓൺ ഫേവറേറ്റ് ജീനർ. ഒരു സ്റ്റൈൽ, ഓരോരുത്തർക്കും ഒരു സ്റ്റൈല് ഇഷ്ടമുണ്ട്. വ്യത്യസ്തമാണ് ഓരോരുത്തരുടെയും അഭിരുചി. ഓക്കെ, ചിലർക്ക് ബെഡിൽ കിടന്ന്, കട്ടിലിൽ കിടന്ന് ഇയർ ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് ചെറിയ പാട്ട് അല്ലെങ്കിൽ നല്ല പാട്ടുകൾ ആസ്വദിച്ച് കിടക്കുന്നതാണ്. ചിലർക്ക് അങ്ങനെയല്ല. 10,000-50,000 പേര് കൂടുന്നതിന്റെ നടുക്ക് നിന്ന് പാട്ട് ആസ്വദിച്ച് ഡാൻസ് കളിക്കുന്നതാണ് ചിലർക്ക് ഇഷ്ടം. ഓരോരുത്തരുടെയും സ്റ്റൈല് അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. മ്യൂസിക് ഹെൽപ്സ് വിത്ത് മെമ്മറി റീകോൾ ഇൻ എൽഡർലി. നമുക്കൊരു വീഡിയോ കാണാം. വീഡിയോ വന്നില്ലല്ലോ സാറേ, വീഡിയോ വരുന്നില്ലല്ലോ. പാട്ട് കേട്ടില്ലേ? ആ പാട്ട് കേട്ടു. അതാണ് മൊസാർട്ടിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ സാർ? അത് മതി, ടൈം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അടുത്തയിലേക്ക് പോവാം. മൊസാർട്ടിന്റെ പടം ഉള്ളതുകൊണ്ട് മറ്റേ ഫോട്ടോ ഇടണമെന്നില്ല. ഇതാണ് മൊസാർട്ട്. വോൾഫ്ഗാങ് അമേഡസ് മൊസാർട്ട് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഈ
ക്ലാസിക്കൽ ഏജിലെ വളരെ പ്രബലനായ കമ്പോസറായ മ്യൂസിക് കമ്പോസറായ അന്ന് റോമൻ എംപയറിൽ പെട്ടതാണ്. ഇപ്പോൾ അത് ഓസ്ട്രിയ എന്ന രാജ്യത്ത് വരുന്ന സ്ഥലമാണ്. അവിടെയാണ് അദ്ദേഹം ജനിച്ചത്. ദ പവർ ഓഫ് മ്യൂസിക് ഈസ് സോ പ്രൊഫൗണ്ട്. നമ്മളിപ്പോൾ കേട്ട പാട്ടുണ്ടല്ലോ, 12 മിനിറ്റ് കേട്ടു. അപ്പോൾ 12 മിനിറ്റ് മൊസാർട്ടിന്റെ പാട്ട് കേട്ടവർക്ക് അവരുടെ മെമ്മറി ഇംപ്രൂവ് ചെയ്തു എന്നുള്ളതാണ് കണ്ടുപിടുത്തം. ഇപ്പം നമ്മൾ പ്ലേ ചെയ്തത് ബ്രെയിൻ ഇംപ്രൂവ്മെന്റിന്റെ ഒരു മ്യൂസിക്കാണ്. മൊസാർട്ടിന്റെ ഒത്തിരി പാട്ടുകൾ 10-60 വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചിരുന്നുള്ളൂവെങ്കിലും എത്രയോ മനുഷ്യ മനസ്സുകളെ ത്രസിപ്പിക്കുന്ന, അവർക്ക് വെളിച്ചം തരുന്നു, അറിവ് തരുന്നു, അവരുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നു എത്രയോ പാട്ടുകൾ മൊസാർട്ട് കമ്പോസ് ചെയ്തിരിക്കുന്നു. നാച്ചുറൽ ഏജിങ്, നമുക്കറിയാം നാച്ചുറൽ ഏജിങ് കൊണ്ടാണ് ഓർമ്മക്കുറവ് ഉണ്ടാവാറുണ്ട്. അതിനൊന്നും ആരും പേടിക്കുമെന്നും പരിഭ്രമിക്കുമെന്നും വേണ്ട. നാച്ചുറലായിട്ട് ഏജ് ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനെ വരും. പക്ഷെ സംഗീതം കൊണ്ട് ആ നാച്ചുറൽ ഏജിങ്ങിനുള്ള മെമ്മറി പ്രശ്നവും സോൾവ് ചെയ്യാൻ പറ്റുന്ന പല മാർഗങ്ങളും ഉണ്ട് എന്നാണ് പറയുന്നത്. നിരന്തരം പാട്ട് കേൾക്കുന്നവരെ പ്രായാധിക്യം പെട്ടെന്നൊന്നും ബാധിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു നല്ലൊരു ടിപ്പാണത്. പ്രായം അധികം തോന്നാതിരിക്കാൻ, അല്ലെങ്കിൽ അതിന്റെ ഒരു ആലസ്യത്തിലേക്ക് നമ്മൾ വീഴാതിരിക്കാൻ. പെട്ടെന്ന് സുജാത ഒരു ബേബി സുജാത ഒരു എക്സാമ്പിൾ ആണ്. ബേബി സുജാത പാട്ടൂടെ ജീവിക്കുക, പാട്ടിന്റെ അകമ്പടിയോടുകൂടി പാട്ടിനെ ഒരു സന്തത സഹചാരിയായി, കൂട്ടുകാരനായി കൂടെ കൊണ്ടുപോയ പ്രായം ഇങ്ങനെ ബാധിക്കത്തില്ല. ലിസണിങ് ടു ജസ്റ്റ് 12 minutes ഓഫ് മൊസാർട്ട് ഹെൽപ്പ് ഇംപ്രൂവ് മെമ്മറി. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ആ മൊസാർട്ടിന്റെ ഒരു ഇതാണ്. പിന്നെ 12 മണിക്കൂർ വീതം 6 ആഴ്ച മൊസാർട്ട് സംഗീതം ശ്രദ്ധിച്ചവർ ഷോഡ് ഇംപ്രൂവ്ഡ് പെർഫോമൻസ് ഓൺ വെർബൽ ടെസ്റ്റ്. അവർ വെർബൽ ടെസ്റ്റ് നടത്തിയപ്പോൾ അവരുടെ ഓർമ്മ വളരെ ഭംഗിയായിട്ട് തിരിച്ചു വന്നിരിക്കുന്നു. ആ ടെസ്റ്റിൽ അവർ വിജയിച്ചു എന്നുള്ളതാണ്. മൊസാർട്ട് ഈസ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് കമ്പോസേഴ്സ് ഇൻ ദി ഹിസ്റ്ററി ഓഫ് വെസ്റ്റേൺ മ്യൂസിക്. അദ്ദേഹം ജനിച്ചത് 1756 ജനുവരി 27 സാൽസ്ബർഗ്, പണ്ടത്തെ റോമൻ എംപയർ ആണ്. ഇപ്പം ഈസ് നൗ ഇൻ ഓസ്ട്രിയ. 5 വയസ്സ് മുതൽ മ്യൂസിക് കമ്പോസ് ചെയ്ത് തുടങ്ങി മൊസാർട്ട്. ലിസണിങ് ടു മ്യൂസിക് ഈസ് എൻജോയബിൾ. ഈ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എൻജോയ്മെന്റ് വരുന്നുണ്ടെന്നൊന്ന് അതിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ പാട്ട് കേട്ടപ്പോൾ ഒരു പ്രത്യേക ഞാൻ ഡാൻസ് ചെയ്തു മാഷേ. സർ ഈ പാട്ട് ഡാൻസ് ഒക്കെ ചെയ്തു പോകും, എൻജോയ് ചെയ്തു പോകും. അപ്പം ലിസണിങ് ടു മ്യൂസിക് ഈസ് എൻജോയബിൾ. ഈ പാട്ട് നിങ്ങൾ ഇടയ്ക്ക് കേൾക്കുന്നത് നല്ലതാണ്. കാരണം ഇത് നമ്മുടെ മോഹനരാഗത്തിന് അതിന് അനുകൂലമായിട്ടുള്ള ഒരു ഹിന്ദുസ്ഥാനി രാഗമാണ്. ഞാൻ എൻ്റെ പേര് മറന്നുപോയി. പക്ഷെ ഇത് എത്ര ഹൃദ്യമാണ്. ആ പാട്ട് ഞാൻ പലപ്പോഴും വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പാട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ സെലക്ട് ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടമായ ഷെയർ ചെയ്യാം പാട്ട് ഷെയർ. ഓക്കെ. അപ്പം എൻജോയബിൾ. ലിസണിങ് ടു മ്യൂസിക് ഈസ് എൻജോയബിൾ. അതിന്റെ ബെസ്റ്റ് ഉദാഹരണമാണ്. നമുക്ക് എത്രയോ പാട്ടുകൾ ഇപ്പം പാടാനൊക്കെ ആണെങ്കിലും ഉണ്ട്. മധുചന്ദ്രികയുടെ തായത്തലേ മഞ്ഞളയിൽ മുങ്ങിത്തോർത്തി ചന്ദ്രികയിൽ അലിയുന്നു. അങ്ങനെ ഒത്തിരി പാട്ടുകൾ നമുക്ക് ഈ മോഹനരാഗത്തില് ഉണ്ട്. അതുപോലെ ഒത്തിരി പാട്ടുകളിലേക്ക് നമുക്ക് പിന്നീട് സമയം ഉണ്ടെങ്കിൽ പോവാം. നമുക്ക് ഈ പോയിന്റ്സ് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് പറയാം. അപ്പം നമ്മൾ ആ പാട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു റിലാക്സിങ് മൂഡ് ഉണ്ടായി, മനസ്സിനൊരു പ്ലഷർ ഉണ്ടായി. അതാണ് നമ്മുടെ നാഡിഞരമ്പുകളെ ശാന്തമാണ് എന്നുള്ളതാണ്. ഒരു സന്തോഷകരമായ ഒരു മൈൻഡ് സെറ്റിലേക്ക് നമ്മളെ ആ പാട്ട് കൊണ്ടുപോയി എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സംഗീതം തലച്ചോറിന് വിനോദം, എന്റർടൈൻമെന്റ് നൽകുന്നു. എങ്ങനെയാണ് എന്റർടൈൻമെന്റ് ഉണ്ടാവുക? നമ്മുടെ ശരീരത്തിന്റെ സഹജമായ താളം ഉണ്ടല്ലോ,
താളമുണ്ട്. അത് ബാഹ്യ ഉത്തേജക ശക്തിയായ ശബ്ദവും വെളിച്ചവുമായി ഐക്യപ്പെടുമ്പോഴാണ് വിനോദ അവസ്ഥ നമുക്കുണ്ടാവുന്നത്. ഇന്റേണലായിട്ട് നമ്മുടെ ഒരു മ്യൂസിക് എപ്പോഴും ഒരു താളം ഇങ്ങനെയുണ്ട്. അത് പുറമേയുള്ള ഇതുമായിട്ട് താതാത്മ്യം പ്രാപിക്കാം. അതിന് ഫ്രീക്വൻസി അതൊക്കെ വേറൊരു വിഷയം ആയതുകൊണ്ട് നമുക്കത് ചർച്ച ചെയ്യാം. ഡാൻസേഴ്സ് എന്താണ് അവർ ചെയ്യുക? അവര് സ്വയം മറന്നങ്ങ് സബ്കോൺഷ്യസ്ലി കോൺഷ്യസ്ലി ഒക്കെ ഡാൻസിന് ചെയ്യുകയാണ്. പാട്ടിനൊപ്പം നൃത്തം ചെയ്യുക. അവരുടെ ശരീരം പല രീതിയിൽ ചലിക്കുന്നു, ഡിപ്പെൻഡിങ് ഓൺ വാട്ട് ദേ ആർ ഹിയറിങ്. അത് പ്രത്യേകം തിരിക്കുന്നില്ല, പക്ഷെ എന്താണ് അവർ കേൾക്കുന്നത് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അവര് ഡാൻസ് ചെയ്യുക. സ്ഥിരമായി സുഖദായക സംഗീതം ശ്രവിച്ചാൽ ഒക്കെ സോഫ്റ്റ് ആവും, സൗന്ദര്യം വർദ്ധിക്കുന്നേ. സുഖദായകമായ പാട്ട് കേട്ടോളൂ, നിങ്ങൾക്ക് ത്വക്ക് മൃദുവാകും, ബ്ലഡ് സർക്കുലേഷൻ കൂടും, വെയിൻസ് ബിക്കം മോർ എഫക്റ്റീവ്, ഓക്സിജൻ ഇൻടേക്ക് കൂടും. ചുരുക്കി പറഞ്ഞാൽ സൗന്ദര്യം പറയും. നല്ല പാട്ട് കേൾക്കും. മ്യൂസിക് ക്യാൻ കാം യുവർ നെർവ്സ് ബിഫോർ എ ബിഗ് ഇവന്റ് ഓർ പെർഫോമൻസ്. ഒരു വലിയൊരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിനെ കാം ചെയ്യണമെങ്കിൽ സംഗീതത്തെ കൂട്ടുപിടിച്ചാൽ മതി. ഒരു നെർവസ്നെസ്സോ ഭയമോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മളെ മറ്റുള്ളവരുടെ മുമ്പിൽ മോശമാണ്, അത് അസഹനീയമാണ്. അപ്പോൾ അതുകൊണ്ട് സംഗീതം ശ്രവിക്കുന്നത് ഇപ്രകാരമുള്ള നെർവസ്നെസ് കുറയ്ക്കും എന്നാണ് പറയുന്നത്. റിലാക്സ് ചെയ്യാൻ സഹായിക്കും. നമുക്കറിയാം അത്ലറ്റ്സ് അതുപോലെ മറ്റ് സംഗീത ഗായകര് സംഗീതത്തില് ഒക്കെ ഈ ടെക്നിക്ക് ഉപയോഗിക്കാറുണ്ട് എന്ന് പറയുന്നു. പരീക്ഷയെ അഭിമുഖീകരിക്കേണ്ടി വന്നാൽ ആവശ്യമില്ലാതെ വേവലാതി തോന്നുന്നു എന്ന് വിചാരിക്കുക. ആരോടെ അൺമ്യൂട്ട് ചെയ്യാമോ? പ്ലീസ് അൺമ്യൂട്ട്. സാബു സാറേ. ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു. പരീക്ഷയെ സംബന്ധിച്ച് ആവശ്യമില്ലാത്ത ആവലാതി കുട്ടികൾക്കാണെങ്കിലും അവരോട് പറഞ്ഞു കൊടുക്കാം. പാട്ട് കേൾക്ക്, മനസ്സ് ശാന്തമാകും, എന്നിട്ട് പഠിക്കൂ, അല്ലെങ്കിൽ പരീക്ഷയെ അഭിമുഖീകരിക്കും. മ്യൂസിക് ഈസ് ഗുഡ് ഫോർ ക്രിയേറ്റിവിറ്റി കൂട്ടുന്നു അല്ലെ? നമ്മുടെ പ്രൊഡക്ടിവിറ്റി, ക്രിയേറ്റിവിറ്റി, ഇതൊക്കെ കൂട്ടാൻ സംഗീതത്തിന് കഴിയും. മ്യൂസിക് ക്യാൻ ബി ട്രൂലി ഇൻസ്പിരേഷണൽ ടു എനിവൺ. ആരെയും ഇൻസ്പയർ ചെയ്യും മ്യൂസിക്. ഇറ്റ് ബ്രീഡ്സ് ക്രിയേറ്റിവിറ്റി. ക്രിയേറ്റിവിറ്റി വളർത്തുന്നു. whether a musician, a dancer or someone who has a different creative outlet, ആർക്കും അവരുടെ ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് സംഗീതം സഹായിക്കും. ഒരു മ്യൂസിഷ്യൻ സംഗീതത്തിന്റെ മറ്റ് രചനകളിൽ നിന്നും പ്രചോദനം ചേർന്നു, കോപ്പി അടിക്കുമല്ല. നമ്മൾ വയലാറിനെ അനുസ്മരിച്ചപ്പോൾ തന്നെ പറഞ്ഞു, യവന സംഗീതം അല്ലെങ്കിൽ ഗ്രീക്ക്, അങ്ങനെയുള്ള പല ഭാഗത്തു നിന്നും അദ്ദേഹം ഉൾക്കൊണ്ടിട്ട് അത് അതേപടി കോപ്പി അടിച്ചവിടെ കൊണ്ട് തരികയല്ല ചെയ്തത്. അതിനെ കൂടുതൽ ഭംഗിയാക്കി ആസ്വാദ്യകരമാക്കി നമുക്ക് പകർന്നു അല്ലേ? അപ്പോൾ അങ്ങനെ വളരുന്ന ഒരു ശാഖയാണ് സംഗീതം. അത് സംഗീതത്തെ നശിപ്പിക്കുന്നില്ല, പക്ഷേ നശിപ്പിക്കുന്ന കുറെ ചെയ്യുന്നവര് നമ്മുടെ ഇടയിലുണ്ട്. പക്ഷേ മറ്റ് സംഗീതം അഡോപ്റ്റ് ചെയ്തുകൊണ്ട് അതിനെ കൂടുതൽ മെച്ചപ്പെട്ടതാക്കുമ്പോൾ സംഗീതത്തിന്റെ ശാഖ വളരുകയാണ് ചെയ്യുക. കുട്ടിക്കാലത്ത് തന്നെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് കുട്ടികളെ പഠിപ്പിക്കും. അതുകൊണ്ട് വളരെ ഗുണങ്ങളാണ് ഉള്ളത്. പഠിക്കാനും എളുപ്പമാണല്ലോ കുട്ടിക്കാലത്താകുമ്പോഴത്തേക്ക്. നമുക്ക് താരാട്ട് പാട്ടുകളൊക്കെ ഓർക്കുന്നത് നല്ലതാണ്, പക്ഷേ ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് താരാട്ട് പാട്ട് ഒരെണ്ണം ആരെങ്കിലും ഒന്ന് പാടിയാൽ നമുക്ക് അടുത്തതിലേക്ക് പോവാം. താമര കണ്ണനുറങ്ങേണം, കണ്ണും പൂട്ടിയുറങ്ങേണം. സമയമില്ലല്ലോ, രണ്ടുപേരും മതിയല്ലോ. മതി. ഓക്കെ. ഇരയമ്മൻ തമ്പിയുടെ ഒരു ഇതുണ്ടല്ലോ, താരാട്ട് പാട്ട് വളരെ പ്രശസ്തമായത്. ഓമനത്തിങ്കൾ കിടാവോ? പാടും.
ഇവിടെ പാടുന്നുണ്ട് സർ. ആ ഓക്കെ. പൂവിൽ ഹായ്, വെരി ബ്യൂട്ടിഫുൾ. നന്നായിട്ട്. ആരാ പാടിയത്? മറച്ചു വെക്കണ്ട, പറഞ്ഞു. വീഡിയോയിൽ വരികയോ അല്ലെങ്കിൽ പേര് പറയുകയോ ചെയ്യണം. എന്റെ പേര് ശ്രീമതി എന്നാണ്. ശ്രീമതിയാണ് പാടിയത്. വളരെ ശ്രീ ഉണ്ടായിരുന്നു ആ പാട്ടിന്. ഇത് നീലാംബരി രാഗത്തിലാണ്. നീലാംബരി രാഗം പറഞ്ഞോളൂ. ചെറിയൊരു ടീച്ചറാണ്, മ്യൂസിക് ടീച്ചറാണ്, ഗവൺമെന്റ് ടീച്ചറാണ്. പക്ഷേ വലിയ സംഭവം അറിയില്ല. പാടാനായിട്ട് ഇരിക്കാറില്ല. പാടണം. കഴിവുള്ളവർ പാടിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ? ഞങ്ങളൊക്കെ കയറി പാടുന്നത്. അപ്പൊ നമുക്ക് താരാട്ട് പാട്ടുകൾ ഒത്തിരി ഉണ്ട്. അപ്പൊ അതിലേക്ക് പിന്നെ അവസരത്തിൽ പോകാം. അതിനുവേണ്ടി മാത്രം ഒരു സെഷൻ വെച്ചാലും വേണ്ടില്ല എന്നാണ് സാബു സാറിനോട് എനിക്ക് പറയാനുള്ളത്. താരാട്ട് പാട്ടിനെ കുറിച്ച് ഗവേഷണം നടത്താൻ മാത്രമുണ്ട്. മ്യൂസിക് ക്യാൻ മേക്ക് യു ഫീൽ ബെറ്റർ വെൻ യു ആർ ഫീലിംഗ് ഡൗൺ. നമ്മൾ ഫീൽ ഡൗൺ ആയിട്ട് ഫീൽ ചെയ്യുന്ന സമയത്ത് മ്യൂസിക് ക്യാൻ മേക്ക് യു ബെറ്റർ, ഫീൽ ബെറ്റർ. റിലാക്സേഷൻ തരുന്നത് കൂടാതെ നമുക്കറിയാം മ്യൂസിക് ഈസ് എക്സലന്റ് അറ്റ് പിക്കിംഗ് യു അപ്പ് വെൻ യു ആർ ഫീലിംഗ് ഡൗൺ. നിങ്ങളെ പൊക്കിയെടുത്തോണ്ട് വരും. റിലാക്സ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ആ ഒരു മൈൻഡ് സെറ്റ് എലിവേറ്റ് ചെയ്യാനായിട്ട് സംഗീതത്തിന് കഴിയും. സം പീസസ് ഓഫ് മ്യൂസിക് ഹാവ് എ റിയലി അപ്ലിഫ്റ്റിംഗ് എഫക്റ്റ് ഓൺ യുവർ മൂഡ്. നമ്മുടെ മൂഡിനെ അപ്ലിഫ്റ്റ് ചെയ്യാനുള്ള കഴിവ് ചില മ്യൂസിക്കിനുണ്ട്. ഫോർ നെഗറ്റീവ് പീപ്പിൾ, മ്യൂസിക് ക്യാൻ ഹെൽപ്പ് ദം ഫീൽ ബെറ്റർ അബൌട്ട് ദംസെൽസ്. നെഗറ്റീവ് പീപ്പിൾ മ്യൂസിക് കേൾക്കണം, അവർക്ക് അവരോട് തന്നെ ഒരു മതിപ്പ് തോന്നും. ബ്രിങ് മോർ പോസിറ്റീവ് ഔട്ട്ലുക്ക്. അവർക്ക് പോസിറ്റീവ് ഔട്ട്ലുക്കും കൊണ്ടുവരാൻ സാധിക്കും. ചില പാട്ടുകൾ മധുര സ്മരണകളെ ഉണർത്തും. സുന്ദര നിമിഷങ്ങളിൽ സുഹൃത്തുക്കളോടൊപ്പം നൃത്തം വയ്ക്കാൻ പ്രേരിപ്പിക്കും. സാബു സാറേ, സമയം എത്രയായി? 8 മണിയായി. ഓക്കെ, നമുക്ക് കൺക്ലൂഡ് ചെയ്യല്ലേ? ആരെങ്കിലും പാട്ട് പാടുന്നുണ്ടോ? 1-2 പാട്ടുകൾ പാടിയാൽ ഒരു കഥയും പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു 2 വരി പാടാം സർ. തീർച്ചയായിട്ടും. അറിയില്ല, പാട്ട് ഒരുപാട് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ 2 വരി പാടുന്നു. ഓക്കെ, താങ്ക് യു. പാടിക്കോളൂ. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. താങ്ക് യു. ബ്യൂട്ടിഫുൾ. ആരാ പാടിയത്? രാജി. എനിക്ക് മൊബൈൽ ആയതുകൊണ്ട് എല്ലാവരും കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ചോദിക്കുന്നത് കേട്ടോ. സ്ലൈഡ് ചെയ്താൽ മതി. സ്ലൈഡ് ചെയ്താൽ മറ്റുള്ളവരറിയണം. കാരണം നമ്മളിങ്ങനെ മടിച്ചിരുന്നാൽ പറ്റില്ല. 1-2 പാട്ടുകൾ കൂടെ സമയം തരാം. ശ്രീമതി ടീച്ചർ ഒരു പാട്ട് പാട്. ശ്രീമതി ടീച്ചർ. ഞാനൊന്നും അങ്ങനെ പഠിച്ചു വെച്ചിട്ടില്ല. ടീച്ചർക്ക് എന്തിനും പഠിക്കണത്? പാട്ട് ടീച്ചർക്ക് പാട്ട് പഠിക്കും. പരിസരത്ത് എന്തൊക്കെയോ കേൾക്കണില്ലേ? പാട്ട് കേൾക്കണില്ലേ? വേറെ ഇല്ല, ഒന്നുമില്ല. പാടുന്നുണ്ട്, അതുകൊണ്ട് തുറക്കുമ്പോ കേക്കല്ലേ? കേൾക്കുന്നില്ല, വേറെ സൗണ്ട് കേൾക്കുന്നില്ല. ടീച്ചർ പാടി. രണ്ടുപേര് പാടാട്ടോ. ഇന്ന് ഞായറാഴ്ച ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട്. ഓക്കെ. കണ്ടോട്ടെ
പതി കുരിശിൽ പ്രാർത്ഥിച്ച യേശുമഹേശന് വാതിൽ തുറക്കുക. കണ്ടോട്ടെ സ്നേഹസ്വരൂപനെ കുരിശിൽ പുലരും നേരത്തും ഞങ്ങൾക്ക് പ്രാർത്ഥിച്ച യേശുമഹേശന് വാതിൽ തുറക്കുക. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഈ റിയാക്ഷൻ ഒക്കെ കൊടുക്കാൻ കേട്ടോ നമുക്ക്. ലവ് ചിഹ്നം, അതുപോലെ കഴിഞ്ഞ പാട്ടിൽ എനിക്ക് ഇടാൻ പറ്റിയില്ല. അത് മോശമായിട്ടല്ല, അപ്പോൾ ഞാൻ ഓർത്തില്ല. അപ്പൊ നല്ല പാട്ടുകളാണ്. ഇപ്പൊ ഇളയരാജയുടെ സംഗീതമായിരുന്നു ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ. ഇളയരാജ സംഗീതം ചെയ്ത പാട്ടാണ്. വളരെ വർഷങ്ങളായിട്ട് ഇപ്പോഴും ജീവനോടെ നിൽക്കുന്ന പാട്ട്. എത്ര കേട്ടാലും മതി വരാത്ത പാട്ട്. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം, നിൻചിരിയിലലിയുന്ന ജീവരാഗം, നീലവാനിലലിയുന്നു. പഠിക്കോളൂ. എനിക്ക് വേർഡ്സ് അറിയത്തില്ല, അതാണ്. താരകയും നീലം താരലും നിൻ താരളി കണ്ണിൽ കതിർ ചൊരിഞ്ഞു. എന്ത് രസമുള്ള പാട്ടാണ് അത്. നമ്മുടെ സ്വാമി സംഗീതം കൊടുത്താണ്. സ്വാമി. ഓക്കെ, എനിക്കിവിടെ കറണ്ട് പോയല്ലോ. ഒരു സെക്കൻഡ്. ഓക്കെ, സാറ് വരുമ്പോഴത്തേക്ക് ആരെങ്കിലും ഒരു പാട്ട് പാടാൻ, ആർക്കെങ്കിലും ഒരു പാട്ട് പാടാൻ പാടാം. തോമസ് സാറാണോ? രണ്ടുപേരി. ജോർജ് സാർ, ശ്രുതി മാം. അത് അതുവരെ നന്നായി വളരെ നന്നായിട്ട് പാടിയത്. കാളിദാസന്റെ കുറെ കഥാപാത്രങ്ങൾ, കാവ്യങ്ങളെ കുറിച്ചൊക്കെ പരാമർശിക്കുന്ന ഒരു പാട്ടാണ്. ഉജ്ജയിനെ വയലാർ രചിച്ച പാട്ടാണ്, വയലാറിന്റെ ഗാനമാണ്. അത് പാടിയത് മാധുരിയാണ് അല്ലേ? അപ്പൊ നമുക്ക് കൺക്ലൂഷനിലേക്ക് വരാം. ഒരു കഥ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. This is a true account of a young boy's love for his newborn sister. അവന് പുതിയതായിട്ട് ജനിക്കാൻ പോകുന്ന പെങ്ങളുകുട്ടിയെക്കുറിച്ച് ഉണ്ടായിരുന്ന അവൻ്റെ കരുതല്, സ്നേഹം, അതിൻ്റെ ഒരു ട്രൂ സ്റ്റോറി ആണ് അവതരിപ്പിക്കുന്നത്. മൈക്കിളിന് അവൻ്റെ കുഞ്ഞു പെങ്ങളെ ജീവനായിരുന്നു. അവൾ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ മുതൽ, താൻ രണ്ടാമത് ഗർഭിണിയാണെന്ന് അറിഞ്ഞത് മുതൽ, കാരൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ അമ്മ 3 വയസ്സായ അവനെ, തൻ്റെ കൂടപ്പിറപ്പിനെ വരവേൽക്കാൻ ഒരുക്കി തുടങ്ങി. എല്ലാവർക്കും ഒരു ആശങ്കയാണ് അല്ലെ? മൂത്ത കുട്ടിയുള്ളപ്പോൾ അടുത്ത കുട്ടി വരുമ്പോൾ എങ്ങനെയായിരിക്കും അതിനെ സ്വീകരിക്കുക, സമീപിക്കുക എന്നുള്ളത് ആശങ്ക. അതുകൊണ്ട് അവർ നേരത്തെ മുതലേ ഇവനെ ശീലിപ്പിച്ചു. അതൊരു പെൺകുഞ്ഞാണെന്ന് അവരറിഞ്ഞു. മൈക്കിള് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ
അമ്മയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞു പെങ്ങൾക്ക് പാട്ട് പാടിക്കൊടുത്തുകൊണ്ടിരുന്നു. കുഞ്ഞ് വളരുകയായിരുന്നു. ടെന്നസിയിലുള്ള മോറിസ് ടൗണിലായിരുന്നു അവർ താമസിച്ചിരുന്നത്. പ്രസവ സമയമായി. നിമിഷങ്ങൾ അടുത്തടുത്ത് വരുന്നു. അതാ പ്രസവ സമയത്ത് കോംപ്ലിക്കേഷൻസ്, വളരെ സങ്കീർണതകൾ, മണിക്കൂറുകളുടെ ശ്രമം. അവസാനം കുഞ്ഞു പെങ്ങൾ ഇതാ പൂജാതയായി. പക്ഷേ അവൾ ആശങ്കപ്പെടുത്തുന്ന സ്ഥിതിയിലാണ്, വളരെ സീരിയസ് ആണ്. സൈറൻ മുഴക്കി ആംബുലൻസ് അവളെയും കൊണ്ട് സെന്റ് മേരീസ് ഹോസ്പിറ്റലിലെ നിയോനാറ്റൽ ICUവിനെ ലക്ഷ്യമാക്കി പാഞ്ഞു. ദിവസങ്ങൾ കടന്നുപോയി. ആ കുഞ്ഞിന്റെ നില വഷളായിക്കൊണ്ടിരുന്നു. കേൾക്കാമല്ലോ അല്ലേ സാവു സാറേ? കേൾക്കാവോ? കേൾക്കാം കേൾക്കാം കേൾക്കാം. എനിക്കെന്തോ കേൾക്കാം 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 കേൾക്കാം. ഓക്കെ ഓക്കെ. വളരെ നേരിയ സാധ്യത മാത്രമേ കാണുന്നുള്ളൂ. എന്തും തരണം ചെയ്യാൻ തയ്യാറായിക്കോളൂ, ഡോക്ടർ പറഞ്ഞു. രക്ഷയില്ല, എന്തും സംഭവിക്കാം എന്ന് ഡോക്ടർ പറഞ്ഞു. മൈക്കിൾ ശാഠ്യം പിടിക്കുന്നുണ്ടായിരുന്നു. കുഞ്ഞു ചേട്ടൻ ശാഠ്യം പിടിക്കുന്നുണ്ടായിരുന്നു. അവന് അവൻ്റെ കുഞ്ഞു പെങ്ങളെ കാണണം, അവൾക്ക് പാട്ട് പാടിക്കൊടുക്കും. ഒരാഴ്ച കടന്നുപോയി. അവർ കണക്ക് കൂട്ടി, ഈ ആഴ്ച അവസാനം കുഞ്ഞിൻ്റെ ഫ്യൂനറൽ നടത്തേണ്ടി വരും. മൈക്കിൾ ശാഠ്യം തുടർന്നെങ്കിലും കുട്ടികളെ ആ ICUവിൽ കയറ്റില്ല. ഇതിനോടകം കാരനും ഭർത്താവും അടുത്തുള്ള സിമിത്തേരി അന്വേഷിച്ചു. വീട്ടിലൊരു റൂം പ്രത്യേകം സജ്ജമാക്കി. ഡോക്ടർ പറഞ്ഞതനുസരിച്ച് കാരൻ ഒരു തീരുമാനമെടുത്തു. ഇവന്റെ ശാഠ്യം കണ്ട്, എന്തായാലും ഞാൻ മൈക്കിളുമായി മുറിയിൽ പ്രവേശിക്കും. ഇനി അവൻ ഒരിക്കലും കൂടപ്പുറപ്പിനെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലോ? അതായിരുന്നു അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരനെ പ്രേരിപ്പിച്ചത്. ഒരു വലിയ കുപ്പായൊക്കെ ഇടിയിപ്പിച്ച് ICUവിലേക്ക് അവനുമായി കാരൻ നടന്നുപോയി. കാരൻ സ്ട്രോങ് ആയിരുന്നു. നേഴ്സിന്റെ കണ്ണുകളിലേക്ക് തുറച്ചു നോക്കി. നേഴ്സ് പറഞ്ഞു, പ്രവേശിക്കാൻ ICUവിലേക്ക് കുട്ടികളെ പ്രവേശിക്കാൻ പറ്റില്ല. അവന്റെ കുഞ്ഞു മക്കൾക്ക് പാട്ട് പാടിക്കൊടുത്തിട്ടേ അവൻ പുറത്തു പോകും. കാരന്റെ തീരുമാനം അതായിരുന്നു. കുഞ്ഞനിയത്തിക്ക് മൈക്കിൾ പാട്ട് പാടി കൊടുക്കണം, എന്നിട്ടേ അവനെ പുറത്തു വിടും. മൈക്കിൾ കുഞ്ഞിന്റെ ബെഡിലേക്ക് ചാഞ്ഞു. മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന ആ പിഞ്ചു കുഞ്ഞിനെ സസൂക്ഷ്മം അവൻ നോക്കിക്കൊണ്ടിരുന്നു. അവൻ പാടാൻ തുടങ്ങി. യു ആർ മൈ സൺഷൈൻ, മൈ ഓൺലി സൺഷൈൻ, യു മേക്ക് മീ ഹാപ്പി വെൻ സ്കൈസ് ആർ ഗ്രേ. ഉടൻ തന്നെ ആ പെൺകുഞ്ഞ് പ്രതികരിച്ചു. അവളുടെ പൾസ് റേറ്റ് ശാന്തമായി, ക്രമത്തിലായി. കീപ് ഓൺ സിംഗിങ്, കീപ് ഓൺ സിംഗിങ് മൈക്കിൾ. അവൻ പാടാൻ തുടർന്നു. അമ്മ പറഞ്ഞു, പാടൂ, നീ പാടിക്കൊണ്ടേയിരിക്കും. യു നെവർ നോ ഡിയർ ഹൗ മച്ച് ഐ ലവ് യു, പ്ലീസ് ഡോണ്ട് ടേക്ക് മൈ സൺഷൈൻ അവേ. എൻ്റെ സൺഷൈനെ കൊണ്ടുപോകരുതേ എന്നാണ് പാട്ട്. അവളുടെ ശ്വാസഗതി പൂച്ചക്കുട്ടി കുറുങ്ങുന്നത് പോലെയായി. കമ്മിങ് ബെറ്റർ ആൻഡ് ബെറ്റർ, കീപ് ഓൺ സിംഗിങ് മൈക്കിൾ. അപ്പൊ ഈ പ്രാവശ്യം പറഞ്ഞത് നേഴ്സാണ്. കേരളത്തിൽ പറഞ്ഞ് നേഴ്സ് പറഞ്ഞു, മൈക്കിളെ നീ പാടൂ. ഹെഡ് നേഴ്സിന്റെ കണ്ണുകൾ ഈറനണിഞ്ഞിരുന്നു. മൈക്കിളെ നീ പാടൂ. അവൻ പാടി, യു ആർ മൈ സൺഷൈൻ, മൈ ഓൺലി സൺഷൈൻ, പ്ലീസ് ഡോണ്ട് ടേക്ക് മൈ സൺഷൈൻ എവേ. ഫ്യൂണറൽ പ്ലാൻസ് ഒക്കെ ഉപേക്ഷിച്ചു. അടുത്ത ദിവസം തന്നെ വീട്ടിൽ പോകത്തക്ക വിധം അവൾ സുഖം പ്രാപിച്ചു. ഇതാണ് ദ മിറാക്കിൾ ഓഫ് എ ബ്രദേഴ്സ് സോങ്. ദ മിറാക്കിൾ ഓഫ് എ ബ്രദേഴ്സ് സോങ് എന്ന സംഭവകഥ. പ്രിയമുള്ളവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. മ്യൂസിക് എക്സ്പ്രസസ് ദാറ്റ് വിച്ച് കനോട്ട് ബി സെഡ് ആൻഡ് ഓൺ വിച്ച് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ബി സൈലന്റ്. മ്യൂസിക് എക്സ്പ്രസ് ചെയ്യുന്നത് എന്താണ്? ദാറ്റ് വിച്ച് കനോട്ട് ബി സെഡ്, പറയാൻ പറ്റാത്ത, ആൻഡ് ഓൺ വിച്ച് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ബി സൈലന്റ്.
അവിടെ സൈലൻ്റായി നിൽക്കാനും പറ്റുന്നില്ല, പറയാനും പറ്റുന്നില്ല. അവിടെയാണ് സംഗീതം എക്സ്പ്രസ് ചെയ്യപ്പെടുന്നത് എന്ന് വിക്ടർ ഹ്യൂഗോ പറയും. നമുക്കറിയാൻ പറ്റാത്ത വഴികളിലൂടെ സഞ്ചരിച്ച് ലക്ഷ്യസ്ഥാനത്തെത്താൻ സംഗീതത്തിന് കഴിയും. സുഖതമായ ജീവിതത്തിൻ്റെ മഴപ്പെയ്ത്ത് പോലെ സംഗീതത്തെ ഒപ്പം കൂട്ടുക, അത് വലിയ സൗഭാഗ്യങ്ങളിലേക്ക് നമ്മെ നയിക്കും. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. തീർച്ചയായും മ്യൂസിക്കിന്റെ ശക്തിയും അത് സാറിന്റെ അവസാനത്തെ കഥയിലൂടെ ജീവിതത്തെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരുന്നു എന്ന് വളരെ മനോഹരമായി ഒരു കഥയിലൂടെ പര്യവസാനിപ്പിച്ച ജോസഫ് സാറിന് പ്രത്യേകം നന്ദി. കഴിഞ്ഞ ആഴ്ചയും ഈ ആഴ്ചയും കൂടെ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ വളരെ അത്യാവശ്യമാണ് എന്ന് ഒരുപക്ഷെ നമുക്ക് തന്നെ തോന്നുന്ന രീതിയിലേക്ക് ഈ സായാഹ്നത്തെ സാർ എത്തിച്ചു. കൂടെ ഒത്തിരി പേര് പാട്ടുപാടി, പ്രത്യേകിച്ച് ശ്രീമതി മാം, രാജി മാം, അതുപോലെ ശോഭന മാം, ഉലഹന്നാൻ സാർ, എല്ലാവരും ഒരു വരി 2 വരിയൊക്കെ പാടി. അപ്പോൾ തീർച്ചയായിട്ടും അത് വളരെ സന്തോഷകരമായ അനുഭവം. ആ ഹൃദയത്തിൽ അത്രമാത്രം അതിനെക്കുറിച്ചൊരു വൈകാരികത ഉള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അതിനോട് എപ്പോഴും സന്തോഷത്തിലാണ് എന്നും കൂടെ തീർച്ചയായിട്ടും നമ്മൾ തിരിച്ചറിയണം. അതിനുള്ള കാരണങ്ങളും കൃത്യമായിട്ട് സാർ അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. സോ വൺസ് അഗെയിൻ താങ്ക് യു വെരി മച്ച് സാർ. നമുക്ക് ഓരോരുത്തരുടെ ഡിസ്കഷൻ, നാളത്തെ ദിവസത്തെ ക്ലാസ് നമുക്ക് ഇന്ത്യാസ് മിഷൻ ഫോർ കമ്പ്യൂട്ടർ ചിപ്സ്, ഒരു വൈസ് അഡ്മിറലാണ് കണ്ണൻ സാറാണ് ക്ലാസ് എടുക്കുന്നത്. വളരെ രസകരമായി ഇംഗ്ലീഷിലാണ് ക്ലാസ്, എങ്കിലും മലയാളം പറയുന്നത് പോലെ അത്ര മനോഹരമായിട്ട് സാർ എനിക്ക് തോന്നുന്നു 6ാമത്തെ ക്ലാസ്സാണ് നമ്മുടെ ഗ്രൂപ്പിൽ എടുക്കുന്നത്. അപ്പോൾ നാളെ നിങ്ങൾ എല്ലാവരും അതിന് വേണ്ടി ക്ഷണിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ശോഭന മാം തുടങ്ങിക്കോളൂ. എക്സലന്റ് ക്ലാസ് കേട്ടോ സാറേ. ഞാന് ജോസഫ് സാറിന് മാത്രമല്ല, ജോസഫ് സാർ ഇപ്പോ നന്ദി പറയാൻ ഞങ്ങളൊരു സഹോദരങ്ങളെ പോലെയാണ്. സാബു സാറിന് ഒരു ബിഗ് സല്യൂട്ട്. ഇതുപോലുള്ള ക്ലാസ്സുകൾ ഇന്ന് സുഖനിദ്ര നൽകുക എല്ലാവർക്കും. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ തവണ വയലാറിന്റെ ക്ലാസ് കേട്ട് അന്ന് ശരിക്കും ഉറങ്ങി, ശാന്തമായി ഉറങ്ങി. സാധാരണ രാത്രികളിലൊക്കെ അങ്ങനെ ഒരു സുഖനിദ്ര കിട്ടാറില്ല. അതുപോലെ എന്തായാലും ജോസഫ് സാറ് ഈ സംഗീതത്തിൽ ഇത്രയൊക്കെ പര്യടനം നടത്തിയ ആളായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പാട്ടറിയാം, പാടും പറയും എന്നുള്ളതല്ലാതെ ഇത്രയേറെ ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ അത് ഇന്ന ആള് രചിച്ചു, ഇന്ന രാഗമാണ്, എത്രമാത്രം ആണ്. എന്തായാലും എല്ലാവരെയും പാട്ടിലേക്ക്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇതിപ്പോ ഞാൻ എന്റെ അനുഭവത്തിൽ നിന്നുള്ളൊരു കാര്യം, ഈ സംഗീതത്തിന് ഹാൻഡ് റൈറ്റിംഗ് നന്നാക്കാനുള്ള ഒരു കഴിവ് കൂടി ഉണ്ട് സാറേ. ഞാൻ അതിനിടയ്ക്ക് ഇപ്പൊ ഈ വയ്യാണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ ഈ കൈയെഴുത്തൊക്കെ പണ്ടേ ദുർബല എന്ന് പറഞ്ഞ പോലെ ആയിരുന്നു. പണ്ടേ എനിക്ക് ഹാൻഡ് റൈറ്റിംഗ് ഒന്നും നന്നായിരുന്നില്ല. പക്ഷെ കുറച്ച് ദിവസം അടുപ്പിച്ച് ഒരാഴ്ച ഞാൻ പാട്ട് പാടിയതിന് ശേഷം എന്റെ ഹാൻഡ് റൈറ്റിംഗ് ഒരുപാട് മെച്ചപ്പെട്ടു. അതുപോലെ നമ്മുടെ ചിന്തയിൽ എല്ലാ കാര്യത്തിലും ഈ പാട്ട് ഒരുപാട് നമ്മളെ സ്വാധീനിക്കും. അതൊക്കെ വളരെ ഭംഗിയായിട്ട് സാറ് പറഞ്ഞ് എല്ലാവർക്കും അത് വളരെ ഹൃദ്യമായി. ഇനിയും സാബു സാറേ ഇതുപോലുള്ള ക്ലാസ്സുകളാണ് വേണ്ടത്. പിന്നെ നമ്മുടെ ശ്രീമതി ടീച്ചറിനും മ്യൂസിക്കിനെ പറ്റി ഒരു ക്ലാസ് എടുക്കാൻ പറയും. എന്തായാലും ഈ സംഗീത ക്ലാസ് സൂപ്പർ. എന്താ പറയാ, എനിക്ക് പറയാൻ വാക്കുകളില്ല. ഈ പറയല്ലേ, ഈ കുഞ്ഞുണ്ണി പറയില്ലേ, വാക്കിനേക്കാൾ തൂക്കമില്ല യൂക്കൻ ഭൂമിക്ക് പോലുമേ എന്ന് പറയുന്ന പോലെ ഇതിന് നന്ദി ചൊല്ലാൻ തൂക്കമില്ലെന്റെ വാക്കിന് എന്നാ ഞാൻ പറയണത്. ഓക്കെ സാർ, താങ്ക് യു വെരി മച്ച്. തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. ഒരു ഫിലോമിന മാം നമ്മൾ പല പ്രാവശ്യം അതിനെക്കുറിച്ച് ചിന്തിച്ചതാണ്. പക്ഷെ ജോസഫ് സാറിന്റെ ഈ പാട്ടിനോടുള്ള ഈ സ്നേഹം കാണുമ്പോൾ, ഇപ്പൊ ജോസഫ് സാറിനോട് ഇത് ഇങ്ങനെ ക്ലാസ് അല്ലാതെ ഒരു പബ്ലിക് സ്പീക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഞങ്ങൾ ഒത്തിരി നാള് ഇങ്ങനെ ചേർന്ന് നിന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ എല്ലാ പ്രോസസ്സിനും സാർ ഒരു പാട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സൊക്കെ വളരെ അവിചാരിതമായ ക്ലാസ്സാണ് സാർ. അത് ഞാൻ ശരിക്കും മോട്ടിവേറ്റ് ചെയ്ത് സാറിനെ പിടിച്ചോണ്ട് വന്നു എന്നൊക്കെ വേണം പറയുന്നത്. ശരിയാണ്, കാരണം ഇന്ന് ക്ലാസ് എടുക്കേണ്ട വേറെ ആളായിരുന്നു. പക്ഷെ ഇന്ന് അദ്ദേഹത്തിനും ഫ്രീ അല്ല, ഞാനും തിരക്കിലായിട്ട്. അപ്പൊ ഞാൻ ജോസഫ് സാറിനെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാം. അപ്പൊ സാർ എന്തായാലും ആ കുഴിയിൽ വീണു എന്നുള്ളത് സത്യമാണ്. അത് കാരണം നമുക്ക് ജോസഫ് സാർ ആരാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി. ജോസഫ് സാർ, ഞാനൊരു പാട്ട് പാടാം. ഇതിന്റെ ആരെ എഴുതിയെന്നൊക്കെ സാറ് പറയണേ. നമ്മളെല്ലാവരും ഇങ്ങനെ പാട്ട് പറയുമ്പോൾ ഒരു പാട്ട് ഞാൻ പാടാറുന്ന മോശം. ആരെങ്കിലും പറയും, ഞാൻ തന്നെ പറഞ്ഞില്ലെങ്കിൽ ആരെങ്കിലും പറയും. ആരെങ്കിലും പറയും, പറഞ്ഞോളൂ, ഞാൻ നോക്കാം. പാടിക്കോളൂ. ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ.
ഒരു ഗാനം മാത്രമെൻ, ഒരു ഗാനം മാത്രമെൻ ഹൃദയത്തിൽ സൂക്ഷിക്കാം, ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂളാൻ. പാടിയത് യേശുദാസാണ്. എനിക്ക് അത്ര പാടാൻ പറ്റില്ലെന്ന് എല്ലാവർക്കും അറിയാലോ. സംഗീതം MS ബാബുരാജാണ്. ആ, എഴുതിയത് പരീക്ഷ എഴുതിയത് ഭാസ്കരൻ. പി ഭാസ്കരൻ അല്ലേ? സാർ അപ്പൊ നല്ലൊരു ഗായകനാണോ, നല്ല മനോഹരമായിട്ട് പാടി. സാബു സാറ് ഒളിച്ചിരിക്കായിരുന്നല്ലേ ഇത്രയും നല്ല പാട്ടുകാരനായിട്ട്. എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുള്ളതുകൊണ്ടല്ലേ ഞാൻ ഇതൊക്കെ പാടിപ്പിക്കുന്നത്. നമുക്ക് ഇനി അടുത്തതില് ഇതുപോലൊരു സല്ലാപമാക്കി കളയാം, സംഗീത സല്ലാപം. ഓക്കെ, പാട്ട് നന്നായിട്ടുണ്ട് കേട്ടോ സർ. നന്നായി. പിന്നെ നല്ലൊരു ക്ലാസ് കേട്ടതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. സംഗീതം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെല്ലാ ദുഃഖങ്ങളും മറക്കണാണോടെ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അത് ആദ്യമായിട്ട് സാറിനോട് നന്ദി പറയാണ്. നല്ലൊരു ക്ലാസ് കേട്ടിട്ടുണ്ട്. ജോഷി സാർ ഒരു പാട്ട് പാടും. ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ ഞാൻ പ്രതീക്ഷിക്കുകയാണ് സാർ. താങ്ക് യു ശ്രീമതി മാം. ഒരു പാട്ടോടെ പാടി അവസാനിപ്പിക്കാം കേട്ടോ ശ്രീമതി മാം. ജോസഫ് ജോൺ സാർ വളരെ ഏത് പാട്ട്? ജോഷി സാർ പറഞ്ഞിട്ട് പാടാം. പറഞ്ഞോളൂ. ആ ഫസ്റ്റ് ഹിന്ദി പാട്ട് അതിൽ വെച്ച് ഹിന്ദി പാട്ട്. ആ അതല്ലേ? ആ കറക്റ്റ്. धरती का प्यार बने नीले गगन के तले धरती का प्यार बने. അത് പാട്ട് കേൾക്കുന്നത് നല്ലതാണ് കേട്ടോ. ആ പാട്ട് നമുക്ക് നല്ലൊരു മൂഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉപകരിക്കും. അതുകൊണ്ടാണ് ഞാൻ ആ പാട്ട് തന്നെ സെലക്ട് ചെയ്തത്. നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ഞാൻ ലിങ്ക് വേണമെങ്കിൽ സാബു സാറിന്റെ ഉണ്ട്, അത് തരും. ആ പാട്ട് ചേർന്നിരിക്കുന്ന ഒരു സംഗീത പാട്ടാണത്. കേൾക്കുമ്പോ ഒരു നല്ല ഇത് ലൈവ് സിനിമയിലെ അല്ല, ഇത് ലൈവായിട്ടുള്ള ഒരു പ്രോഗ്രാമിന്റെ ആണ്. പക്ഷെ അതിനകത്ത് അവരുടെ ആക്ഷനും ഒക്കെ നമുക്ക് വളരെ ഹൃദ്യമായിട്ട് തോന്നുന്നുണ്ട്, ഒറിജിനാലിറ്റി തോന്നുന്നുണ്ട്. പാടുന്നതും ഇൻസ്ട്രുമെന്റ് വായിക്കുന്നവരൊക്കെ അത് മുഴുവൻ കാണാൻ ശ്രമിക്കുന്നതല്ലേ. അതിന്റെ ലിങ്ക് താഴെ ഉണ്ടായിരിക്കും. ലിങ്ക് സാർ അത് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്താൽ മതി. ഗ്രൂപ്പിൽ ആ പേരൊന്ന് സെർച്ച് ചെയ്താൽ മതി. പേര് നമ്മുടെ യൂട്യൂബിലെ ഒന്ന് സെർച്ച് ചെയ്താൽ മതി, അത് കിട്ടിക്കോളും. നീലെ ഗഗനക്കെ സാറേ അല്ലേ? നീലെ ഗഗനെ. ജോഷ് സാർ പാടുന്നു. ആ നീലെ ഗഗൻ, ഗഗൻ നീലാകാശം, നീലാകാശം. ജോഷ് സാർ പാടും. ജോസഫ് ജോൺ സാറിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ. താങ്ക് യു സർ. ഞാന് തീരെയും പാടാത്ത ഒരാളാണ്. പക്ഷേ പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്. പാടാതിരിക്കാൻ പറ്റത്തില്ല. വരികൾ ശ്രദ്ധിക്കാനും വളരെ താല്പര്യം കാണിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. പൊതുവെ ഈ പാട്ട് പാടുന്നവരെ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ അവര് വാസ്തവത്തിൽ വളരെ മനസ്സിലായിട്ട് പാട്ടിട്ടുണ്ട്. പാട്ടിനെ സ്നേഹിക്കുന്നവരും പാട്ട് ഒരു ഹരമായിരിക്കുന്ന ആളുകളും കുറെ അധികം പേരെ ഞാൻ അത്തരത്തിൽ ഓർക്കുകയാണ്. യഥാർത്ഥത്തിൽ സാറും സർക്കാർ ഉദ്യോഗവും മറ്റ് മേഖലയും ഒക്കെ ആയിരുന്നെങ്കിലും ഈ കാവ്യഹൃദയം മനസ്സിലുള്ളതിൻ്റെ നന്മ സാറിൽ ദൃശ്യമാണ്. അത് തുടരാൻ സാധിക്കട്ടെ. സാറിന്റെ ഈ ക്ലാസ് കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് പാടാൻ അറിയത്തില്ലെങ്കിലും എനിക്ക് രണ്ടു വരി പെട്ടെന്ന് മനസ്സിൽ തോന്നിയത് അങ്ങ് പാടുകയാണ്. പാട്ടുകാരനെ അല്ല, ഒരു വലിയ ജാമ്യം എടുത്തുകൊണ്ട് പാടുകയാണ്. ആയിരം കണ്ണുമായി കാത്തിരും നിന്നെ ഞാൻ, എന്നിൽ നിന്നും സന്നകന്നൊരു പൈങ്കിളി മലർത്തേങ്കിളി, പൈങ്കിളി മലർത്തേങ്കിളി. ഇത്രയേ ഉള്ളൂ. താങ്ക് യു, വെരി ഗുഡ്. നന്നായിട്ട് പാടിയല്ലോ. അനിൽകുമാർ സാറ് പാട്ട് പാടുന്നതാണ്. രാജ്ഭവൻ പാട്ട് പാടുന്നേ പാടിക്കോളൂ.
ജോഷി സർ, സാർ ഞാൻ ഇനിയും പാട്ട് പാടി കഴിഞ്ഞതല്ലേ. ഇനി കമന്റ് ജസ്റ്റ് ഒന്ന് പറയാം. എനിക്ക് ഈ പറഞ്ഞ പറയൂ. പോലെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ എന്താ പറയാ, പണ്ട് ഇപ്പൊ ഇതിന്റെ എന്താ പറയാ ബെനിഫിറ്റ്സിനെ കുറിച്ച് പറഞ്ഞല്ലോ. പഠിക്കുമ്പോ ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട് വെച്ചിട്ടായിരുന്നു പഠിച്ചിരുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ സംഭവം. പിന്നെ അതുപോലെ ഇപ്പൊ ഒരു 10-20 വർഷമായിട്ട് പാട്ടിനോട് വലിയ കണക്ഷൻ ഇല്ല. ഇപ്പൊ ലൈഫിലേക്ക് കടന്നപ്പോ പാട്ടിനെ ഒന്ന് വിട്ട് നിർത്തിയിരിക്കുകയായിരുന്നു. ഇപ്പൊ വീണ്ടും എനിക്ക് കഴിഞ്ഞ വർഷം മുതൽ എന്താ പറയാ വീണ്ടും ആ ഒരു പാട്ടിന്റെ ലോകത്തിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് വീണ്ടും പാട്ടിനെ കൂടെ കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹം. അപ്പൊ അതുകൊണ്ടാണ് സാറിന്റെ വയലാർ ക്ലാസ്സിലും ഈ ഒരു ക്ലാസ്സിലും ഞാൻ അറ്റൻഡ് ചെയ്തത്. ഓക്കെ, താങ്ക് യു സർ, ഇങ്ങനെ ഒരു ടോപ്പിക് സെലക്ട് ചെയ്തതിനും ഒരുപാട് കാര്യങ്ങൾ പാട്ടുകളെ കുറിച്ച് അറിവ് തന്നതിനും പിന്നെ സാബു സാറിന് ഇങ്ങനെ ഒരു ഈ ഒരു ക്ലാസ് സംഘടിപ്പിച്ചതിനും എല്ലാം ഒരുപാട് നന്ദി പറയുന്നു. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, പാട്ടിനെ കൂടെ കൂട്ടിക്കോളൂ, താങ്ക് യു സർ, ഉപേക്ഷിക്കരുത് ഒരിക്കലും. താങ്ക് യു, താങ്ക് യു. അതുപോലെ ശോഭന മാമിന്റെ ഒരു ക്ലാസ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ, ഉടനെ. അത് ഇതാണ് സാറേ പ്രശ്നം. ഞാൻ വീഡിയോ പറഞ്ഞല്ലോ വേണ്ട, വീഡിയോ വേണ്ട, ശബ്ദം മാത്രം മതി, ശബ്ദം മാത്രം മതി. പണ്ടൊക്കെ റേഡിയോ ശബ്ദരേഖ കേൾക്കണ പോലെ ഇരിക്കില്ലേ? പണ്ടത്തെ ആയിക്കോട്ടെ, എന്തെന്താ കുഴപ്പം? ശബ്ദം മതി, പാട്ടിലൂടെ ഒക്കെ മതി, എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ. സ്ക്രീനിൽ ഫോട്ടോ ഇട്ടാരെ, സ്ക്രീനിലേ അല്ല ഒന്നും വേണ്ടത്. സംസാരത്തിന്റെ പണ്ടത്തെ നാടകമൊക്കെ നമ്മളിങ്ങനെ കേട്ടിരുന്നില്ലേ? പണ്ടത്തെ നാടകങ്ങൾ, റേഡിയോ നാടകങ്ങളൊക്കെ എന്ത് രസകരമായിട്ടാണ്, എത്ര കൃത്യമായിട്ട് സമയത്ത് റേഡിയോ കോൺ ചെയ്ത് വരുമായിരുന്നു. റെഡിയായി, താമസിക്കരുത് കേട്ടോ, പെട്ടെന്ന് തന്നെ ഗെറ്റ് റെഡി. നമുക്ക് റേഡിയോയിലെ സിനിമ കണ്ടവരാണ്, റേഡിയോയിലെ സിനിമ കണ്ടവരല്ലേ? ആ ശബ്ദരേഖ കേട്ടല്ലേ നമ്മള് പണ്ടൊക്കെ? അതൊക്കെ ആയിരുന്നല്ലോ ശബ്ദരേഖ, ചലച്ചിത്ര ശബ്ദരേഖ. ലഹരൻ സാറിന് ഒരു പാട്ട് പാടണമെന്ന് തോന്നുന്നു. പറയൂ ലഹരൻ സാർ, അഡ്മിറ്റ് ചെയ്യും സാർ. നാണിക്കുന്നതിന് മുമ്പ് ഞാൻ ഈ ക്ലാസ്സിനെ കുറിച്ച് 2 വാക്ക് പറഞ്ഞോട്ടെ സർ. മനുഷ്യന്റെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഒരു വികാരം സന്തോഷമാണ് പ്രകടമാകുന്നത്. അതിനുള്ള ഏക എൻഎച്ച് സംഗീതം. അത് പുറത്തേക്ക് വിടാൻ പലപ്പോഴും കുറവുകൾ സംഭവിക്കുമെങ്കിലും ഉള്ളിലേക്ക് നിറയ്ക്കാൻ നമ്മളൊക്കെ ശ്രമിക്കുന്നവരാണ്. പാട്ട് ആസ്വദിക്കുക, കലാഹൃദയം, അത് നല്ലൊരു ശതമാനം ആളുകളിലും ഉണ്ട്. ആസ്വാദന ശേഷി പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ല. ഞാന് ഏതാണ്ട് ഈ വളരെ ചെറുപ്പം മുതൽ തന്നെ പാട്ട് കേൾക്കുന്നതില്, ആസ്വദിക്കുന്നതില് മിടുക്ക് കാണിച്ചിരുന്ന, അതെനിക്ക് വളരെയേറെ സന്തോഷം ഉണ്ടാക്കിയത്. അപ്പൊ ഇപ്പോഴും ആ പഴയകാല പാട്ടുകളിലെ ഈ 2 വരികളൊക്കെ ഇങ്ങനെ ഓർമ്മ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ജോസഫ് ജോൺ സാർ എന്നെ സഹായിക്കുകയാണെങ്കിൽ മാണിക്യ വീണയുമായി എന്നുള്ള 2 വരികൾ, എനിക്ക് വരികൾ ഓർമ്മയില്ല സർ, സഹായിക്കുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഒന്ന് മൂളിക്കോട്ടെ? ഓക്കെ, ഇനി റോയ് സാർ പാടുന്നില്ലേ? റോയ് സാറ് റെഡി ആയിക്കോളൂ. ജോയ് സാറ് റെഡി ആയിക്കോളൂ, പക്ഷെ ജോസഫ് സാർ എന്നെ സഹായിക്കണം. പാട്ടറിയാലോ അല്ലേ? മാണിക്യ വീണയുമായി പഠിക്കും. സാബു സാറിന് അറിയാം. ആരായാലും എന്റെ ലൈനിൽ എന്നെ സഹായിച്ചാ മതി. തീർച്ചയായിട്ടും. ഞാൻ തുടങ്ങിക്കോട്ടെ? മാണിക്യ വീണയുമായ മനസ്സിന്റെ വന്നവളെ പാടുകില്ലേ, വീണമീട്ടുകില്ലേ, എന്നോടും മിണ്ടുകില്ലേ, മിണ്ടുകില്ലേ. എന്റെ സ്റ്റോക്ക് കഴിഞ്ഞു. ആ പാട്ടിന്റെ ശൈലി ഉണ്ട്, സാറിന്റെ കയ്യിലുണ്ട്, ലിറിക്സ് ഇല്ല എന്നുള്ളതേ ഉള്ളൂ. അടുത്ത പ്രാവശ്യം ഹോംവർക്ക് കൊടുക്കാം സാറേ, ഒരു ഹോംവർക്ക് കൊടുത്താലും അടുത്ത ശ്രീമതി മാം പാട്ട് പാടി കേൾപ്പിക്കും. എങ്ങനെയാണ് പഠിച്ചോളെ? അടുത്ത തവണ പഠിച്ചു പാടാ സർ. സംഗീത പരിപാടി ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് നേരത്തെ നമ്മളെ അറിയിക്കുന്നതായിരിക്കും. എല്ലാവരും ഒരു പാട്ടൊക്കെ റെഡി ആയിക്കോട്ടെ. ശ്രീമതി മാം പാടിക്കുമെന്ന്? ഏത് വേണമെങ്കിലും പാടിക്കും. നമ്മളിങ്ങനെ പറയും, ഓരോ രാഗത്തിനും ഓരോ തരത്തിൽ നമ്മളെ പഠിച്ചു വെച്ചിട്ടില്ല. അല്ല, ഇപ്പൊ പാടിയില്ലേ മാണിക്യ വീണയുമായി? അത് പാടി 2 വരി. മാണിക്യ വീണയുമായി മനസ്സിന്റെ താമരപ്പൂവിടുന്നവളെ
പാടുകില്ലേ നമിട്ടുകില്ലേ എനിക്ക് വേർഡ്സ് അറിയില്ല, അതുകൊണ്ടാ സർ, എനിക്ക് വേർഡ്സ് അറിയില്ല. ഇത്ര ഇൻസ്പിറേഷൻ മതി. പറയൂ, പാടും അനിൽകുമാർ സാർ പറയൂ, എനിക്കറിയാം സാർ പാടും. ഓർമ്മകളേ ഓർമ്മകളേ കൈവള ചാർത്തി വരൂ വിമുഖമേ പേരി ഏതോ ശോകാന്തരാഗം ഏതോ ഗന്ധർവൻ പാടുന്നു. ഓർമ്മകളേ കൈവള ചാർത്തി വരൂ വിമുഖമേ പേരി. സലിൽ ചൗധരി ട്യൂണാണ്, ONV സാർ എഴുതിയ പാട്ടാണ്. നൊസ്റ്റാൾജിയയുടെ അങ്ങേയറ്റമാണ് പാട്ട് തരുന്നത് അല്ലേ? നൊസ്റ്റാൾജിക് ഫീലിംഗ്. അതെ 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 അതെ. ഭയങ്കര. എനിക്ക് ഇത്രയൊക്കെ പാടാൻ കഴിവുണ്ടോ എന്ന് തോന്നിപ്പോകും അല്ലേ അനിൽകുമാർ സാർ? സാറ് ഞാനും ഒരു പാട്ടും പാടിയല്ലോ, പക്ഷെ നല്ല ക്ലിയർ ആയിട്ട് പാടില്ല സാറേ. നമ്മളിപ്പോ യേശുദാസിനെ പോലെ പാടാൻ ഒക്കെയില്ലെങ്കിലും നല്ല തൃപ്തിയാ സാറ് പാട്ട് നന്നായിരുന്നു. നന്നായിട്ട് അനിൽകുമാർ സാർ പാട്ട് പാടുന്ന എനിക്കറിയാം. സാർ പാട്ട് പാടും. റോയ് സാർ റെഡിയാവുന്നു. പാട്ടുകളും പാടാൻ ആലോചിച്ചു, വേർഡ്സ് അറിയാൻ മേല. ഇപ്പൊ ഏതായാലും സാറിന്റെ ഈ ക്ലാസ്സില് ശരീരത്തിന് ജിംനേഷ്യം പോലെ മനസ്സിന് മ്യൂസിക് ചെലുത്തുന്ന സ്വാധീനം എന്ന് പറഞ്ഞാണല്ലോ സാറ് തുടങ്ങിയത്. അപ്പോ ഒത്തിരി ഏറിയകളിലേക്ക് നമ്മുടെ ശ്രദ്ധ കടന്നുപോയി. അപ്പൊ സാറ് പറയാത്ത ഒരു കാര്യമുണ്ട്, വിപ്ലവ ഗാനങ്ങൾ. ഇത് കേൾക്കുമ്പോൾ കേൾക്കുന്നവർക്ക് ആവേശം പകർന്ന് വിപ്ലവം വന്ന കാര്യങ്ങളുണ്ട്. ഇപ്പൊ ബലികുടീരങ്ങളെ എന്നുള്ള പാട്ടുകളൊക്കെ ഉണ്ടല്ലോ, ഭയങ്കരമായ നാടകഗാനങ്ങൾക്കൊക്കെ വളരെ എഫക്റ്റീവ് വന്നിട്ടുണ്ട്. ഇതിലൊക്കെ പുറമെ വേറൊരു കാര്യം സാർ ശ്രദ്ധിക്കാത്തതാണ്, ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ഈ സിനിമകളിലും ഒക്കെ സംഭാഷണങ്ങളും ഒക്കെ നടക്കുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടില് സംഗീതം കൊടുക്കും. അത് എഫക്റ്റ് ഭയങ്കര, ആ പശ്ചാത്തല സംഗീതം, അതും ഒരു മ്യൂസിക്കിന്റെ ഭാഗമാണ്. അപ്പോ നമ്മൾ ആ ഓഡിയോ ഇല്ലാതെ കേട്ടാല് അതിനൊരു എഫക്റ്റ് ഇല്ല ആ സംഭാഷണ രംഗങ്ങൾക്ക്, ഈ നാടകങ്ങൾക്കും ഒക്കെ. അപ്പൊ എന്തുമാത്രം സ്വാധീനങ്ങളാണ് ഇതിൽ ചെലുത്തുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു രംഗങ്ങൾ അതൊക്കെ. പിന്നെ ഇതൊക്കെയാണെങ്കിലും വലിയ പാട്ടിന് വലിയ ഇതല്ലെങ്കിലും ഈ ഹാസ്യാത്മകമായിട്ടുള്ള ചില പാട്ടുകളുണ്ട്, അതൊക്കെ വളരെ ഇതാണ്. പിന്നെ പഴയ ഓർമ്മകൾ, ആ ONVയുടെ ഒരെണ്ണമുണ്ട്, എന്നെ തൊടിയിലെ ചെളിവെള്ളം കോരി കുടിച്ചുകൊണ്ട് എന്തു മധുരമെന്ന് ഓതുവാൻ മോഹം എന്ന് പറയുന്ന ചില പാട്ടുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഒത്തിരി നോസ്റ്റാൾജിക് എഫക്റ്റാണ്, നമ്മുടെ ആ ചെറുപ്പകാലങ്ങളിലേക്കൊക്കെ പോകുന്നതിന് ഒത്തിരി ഉതകുന്നതാണ്. അപ്പൊ ഈ വക കാര്യങ്ങളൊക്കെ ചിന്തിക്കാനും അതിനെക്കുറിച്ച് ഇത്രമാത്രം ഇതാണെന്ന് നമ്മളിതൊക്കെ കേട്ടോണ്ടിരുന്നത്, പക്ഷെ ഇതൊന്ന് അയവിറക്കുന്നതിനും ഒക്കെ ഉള്ള ഒരു എഫക്റ്റ്, ഒരു അവസരം ഉണ്ടാക്കി തന്ന ജോസഫ് ജോൺ സാറിനോട് ഒത്തിരി നന്ദിയുണ്ട്. കാരണം ഇത് എന്താണ് ഇൻഫ്ലുവൻസ് ഓഫ് മ്യൂസിക് ഇൻ ലൈഫ്. ഇത് അദ്ദേഹത്തെ എന്ത് പറയാൻ പോകുന്ന, പക്ഷെ ഞങ്ങളെ ഒക്കെ ഈ പറയുന്ന അവസ്ഥയിൽ ഭയങ്കരമായിട്ട് ആറാടിച്ചു. അതൊരു ഭയങ്കര എഫക്റ്റാ സാറിന്റെ ഈ കാര്യങ്ങൾ പറഞ്ഞത് കേട്ടോ. പക്ഷെ നമ്മളിതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ സാറ് ഇങ്ങനെ ഓരോ ഹിന്റ് വന്നപ്പോഴാണ് ഇതൊക്കെ അപാരമാണല്ലോ എന്ന് തോന്നിയത്. ഞാൻ പണ്ട് ഇപ്പൊ ഒരു പാട്ടും പാടിയില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ പണ്ട് കേട്ടിട്ടുള്ള ഒരുപാട് ഈ SP പിള്ളയൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. കേളടി നിന്നെ ഞാൻ കെട്ടുന്ന കാലത്ത് 100ന്റെ നോട്ടു കൊണ്ടാറാട്ട്, കണ്ണാണെ നീ എന്നെ കെട്ടിയില്ലെങ്കിലോ കണ്ണീരിലാണ് എന്റെ നീരാട്ട്. ഈ അടുത്ത കാലത്ത് ഞാൻ കേട്ടപ്പോൾ എനിക്ക് ആ വേർഡ്സ് ഒക്കെ വളരെ ഇതായിട്ടുണ്ട്. അപ്പൊ അന്നേരം മനുഷ്യനെ സന്തോഷിപ്പിക്കാനും അതുപോലെ തന്നെ വികാരപരമായിട്ട് വിപ്ലവങ്ങളിലൊക്കെ ചാടിക്കാനും അതുപോലെ ഒരു നിർവൃതിയിൽ ലയിക്കുന്നതിനും എല്ലാം ഉള്ള പാട്ടിന്റെ ആ സ്വാധീനം ഒന്ന് റിക്കളക്ട് ചെയ്യുന്നതിനും അത് എൻജോയ് ചെയ്യുന്നതിനും അവസരം തന്ന ജോസഫ് ജോൺ സാറിനോട് നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ഓക്കെ. റോയ് സാർ നല്ല ഗായകനാണെന്ന് തെളിയിച്ചല്ലോ. സാറിന് ഞാനൊരു മറക്കില്ല കേട്ടോ. ഒറ്റ ക്ലാസ് മതിയല്ലോ സാറിന്, കഴിഞ്ഞ 2 ദിവസത്തെ ക്ലാസ്സുകൾ. പാട്ട് പാടി വേണം അവസാനിപ്പിക്കാനായിട്ട്. എനിക്ക് നിർദ്ദേശിക്കുന്ന
ഒരു ജോസഫ് പാട്ടുണ്ട്. സാറിന് ഒന്നല്ല, ഇഷ്ടം പോലെ പാട്ടുണ്ട്. ശ്രീമതി മാം ഒരു പാട്ടോടെ പാടും പോകും. എനിക്കൊരു എന്ത് പറയാൻ വന്നത്? എനിക്ക് നിർദ്ദേശിക്കാനുള്ള ഒരു പാട്ട് ഇതാണ്. ആ. ഏതാ? ഒന്നിനെ ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയില്. നല്ല ശ്രുതിയാണ് പ്രശ്നം അല്ലേ? അതിനൊരു പശ്ചാത്തലമുണ്ട്. ഭയങ്കര അമ്മയുടെ ആ വലിയ സ്നേഹമാണ് അവിടെ. ഉറങ്ങിക്കിടക്കുന്ന കൊച്ചിനെ നീ കുയിലിനോട് പറയാണ്, ശബ്ദം ഉണ്ടാക്കില്ലേ, അവൻ ഉറങ്ങട്ടെ. സാറിനെ പറ്റുമെങ്കിൽ അന്ന് പാടുക. എനിക്ക് വളരെ ഇഷ്ടമാണ്. വേറെ ആർക്കെങ്കിലും പറയാണെങ്കിൽ പറയാൻ. ബ്രാഡ്സൺ സാർ, സാറിന്റെ ഒരു കോൺട്രിബ്യൂഷൻ. ഒന്നിനി ശ്രുതാർത്ഥിന്നുള്ളൊരു പാട്ടുണ്ട്. ജോർജ് സാറും കൂടെ വരുന്നുണ്ട്. ജോർജ് സാറിന്റെ പാട്ടാണ് ഞങ്ങൾക്ക് വേണ്ടത്. കേൾക്കുന്നില്ല സാർ, സൗണ്ട് ഇല്ലല്ലോ. ഞാൻ പറഞ്ഞോട്ടെ. പറഞ്ഞു. താങ്ക് യു സാബു സാർ. ഒത്തിരി സന്തോഷം തോന്നി. വീണ്ടും ജോസഫ് ജോൺ സാറിന്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞല്ലോ. കുറച്ച് വയ്യാണെങ്കിലും എനിക്ക് കയറാൻ കഴിഞ്ഞു. ഒത്തിരി സന്തോഷം. സാബു സാർ പ്രത്യേകം താങ്ക്സ്. എല്ലാവരും പറഞ്ഞത് തന്നെ എത്ര പറഞ്ഞാലും തീരാത്തത്രയാണ്. നമുക്ക് 2ാം വർഷ ആഘോഷത്തെ പറ്റി മറന്നുപോയില്ലല്ലോ അല്ലേ? ആ ദിവസം കാത്തിരിക്കുന്നു, ആ അനൗൺസ്മെന്റ് കാത്തിരിക്കുന്നു. സാർ, ജോസഫ് ജോൺ സാർ, കൺഗ്രാജുലേഷൻ സാർ. പറയാതെ വയ്യ. വാസ്തവത്തിൽ സംഗീതത്തിന്റെ മാസ്മരികത എത്രത്തോളം ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ മാത്രം ശക്തമാണെന്നാ ഈ ഓരോരുത്തരും പാടിയപ്പോഴും പറയുമ്പോഴും അത് കൂടുതൽ ബോധ്യപ്പെടുത്തുക. ഇപ്പൊ ഈ പാടിയ പാട്ടുകൾ വാസ്തവത്തിൽ സാബു സാറ്, ഉലയന്നൻ സാർ, റോയ് സാർ ഇതൊക്കെ പാടിയ പാട്ടുകൾ അതിന്റെ അർത്ഥവ്യാപ്തി ഉൾക്കൊണ്ടുകൊണ്ട് 100 കണക്കിന് പ്രാവശ്യം അവരുടെ മനസ്സിൽ പയ്യെ പയ്യെ പാടിക്കൊണ്ടിരുന്നതാ, വേറെ ആരും കേൾക്കാതെ. ഇന്ന വേദി പാടിയത് അതിനകത്ത് ഉള്ളിന്റെ ഉള്ളിലിരുന്ന ഒരു വലിയ കഥകളൊക്കെ അതിന്റെ പിറകിലുണ്ടാവും. അതെല്ലാം കൂട്ടിച്ചേർത്ത് പറയാനാവില്ലല്ലോ. ഏതായാലും നിങ്ങളൊക്കെ പാടിയ കൂട്ടത്തിൽ ഞാനും 2 അടി പാടുക. അല്ലിയാമ്പൽ കടലിനും നരയ്ക്കു വെള്ളം അന്നും നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വെള്ളം. താങ്ക് യു സാർ. അടിപൊളിയാണ്. നമുക്ക് സാറേ. പുല്ലുവഴിയുടെ വിശുദ്ധി നിറഞ്ഞ അന്തരീക്ഷത്തിൽ പാടിക്കും. ജോഷി സാറിന്റെ അഭ്യർത്ഥന മാനിച്ച ആ പാട്ട് ഇടയ്ക്ക് പാടാറുള്ള പാട്ടല്ല, എങ്കിലും നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ട്. ഞാൻ പാടാം. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ. ഒന്നിനി തിരിതാഴ്ത്തു ശാരദ നിലാവി, ഈ കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ, കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ. ഉച്ചത്തിൽ മിടിക്കൊല്ലെ നീ എൻ്റെ ഹൃദന്തമേ, സ്വച്ഛശാന്തമെന്നോമൽ മയങ്ങിടുമ്പോൾ. ഉച്ചത്തിൽ മിടിക്കല്ലേ നീ എൻ്റെ ഹൃദന്തമേ, സ്വച്ഛശാന്തമെന്നോമൽ മയങ്ങിടുമ്പോൾ. എത്രയോ ദൂരമെന്നോടൊപ്പം നടന്ന പദ്മങ്ങൾ തരളമായി ഇളവേൽക്കുമ്പോൾ, താരാട്ടിനനുയാത്ര നിദ്രതൻ പടിവരെ, താമര മലർമിഴി അടയും വരെ. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ. പോരെ? ഓക്കെ, താങ്ക് യു. വെരി ഗുഡ്. വെരി ഗുഡ് സാർ. വളരെ വളരെ നന്ദി. യെസ്. അപ്പൊ ഒരിക്കൽ കൂടെ പൂർണ്ണമായും കഴിവ് തെളിയിച്ചിരിക്കുന്നു.
നല്ലൊരു ദിവസം. സാബു സാറേ ഒരു കാര്യം പറഞ്ഞോട്ടെ സാറേ. പറയൂ സർ. പറയരുത്, പാടണം. ഞാൻ പാടുന്നേക്കാൾ കൂടുതൽ പാട്ട് ആസ്വദിക്കുന്ന ഒരാളാ. അപ്പോ ആസ്വാദനത്തിന് പാട്ടിനോളം തന്നെ വിലയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഇവരൊക്കെ സമ്മതിച്ചാൽ. അങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ ക്ലാസ്സിൽ അത് പ്രത്യേകം പറഞ്ഞിരുന്നു, പാടാൻ പാട്ട് കേൾക്കണമെന്ന് പോലും ഇല്ല, അത് ആസ്വദിച്ചാ മതി. അതൊരു വലിയൊരു കാര്യമാണ്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞ ഇപ്പൊ എന്റെ ഈ തെറപ്പിയിൽ തന്നെയാണെങ്കിലും ഒരു പെൻഷനായിട്ടുള്ള ഒരു സ്ത്രീ അവർ പാട്ട് പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ അത് അവരുടെ മെമ്മറിയെ വീണ്ടും അത് റീജനറേറ്റ് ചെയ്യും. അതുപോലെ തന്നെ കുറേ കൂടെ കാര്യങ്ങൾ വ്യക്തമായിട്ട് ശാസ്ത്രീയ സംഗീതം തന്നെയാണ് പഠിക്കണത്. അപ്പൊ അതിന്റെ അക്ഷര സ്ഫുടത കാര്യങ്ങൾ കുറച്ചും കൂടെ മെമ്മറി നന്നായിട്ട് അത് റീക്യാപ്ചുലേറ്റ് ചെയ്യാൻ പറ്റും. നല്ലൊരു കാര്യമാണ് അത് ചെയ്യണത്. അപ്പൊ മ്യൂസിക് ഈവൻ ഈ ഗർഭിണികളായിരിക്കുമ്പോൾ തന്നെ ആ കുഞ്ഞിനെ ആ സമയത്ത് മ്യൂസിക് കേൾപ്പിക്കുകയാണെങ്കിൽ വളരെ നെർവ്സിനെയും മസിൽസിനെയും നന്നായിട്ട് അത് സ്വാധീനിക്കും. മ്യൂസിക് കേൾക്കുന്നവർക്ക് ആസ്വദിക്കുന്നവർക്ക് ആ ഭാവവും വരും മ്യൂസിക്കിന്റെ. അതൊരു വലിയൊരു കാര്യമാണ്. അപ്പോ സാറ് ജോൺ സാർ ഇത് ചെയ്തതിൽ വളരെ വളരെ നല്ല കാര്യം. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സോ മച്ച്. തീർച്ചയായിട്ടും നമുക്കിത് തുടരാം, തീർച്ചയായിട്ടും തുടരാം. ജോസഫ് സാർ ഇവിടെ കൂടെയുണ്ട്, കൂടെ ശ്രീമതി മാം ഉണ്ട്, പിന്നെ നമുക്ക് ഇനി ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് വിളിക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്ന. സംഗീതത്തിന്റെ ഓരോ ഭാഗങ്ങൾ നമുക്ക് അടർത്തിയെടുത്ത് അത് അവതരിപ്പിക്കാം. അല്ല, ഓരോ രാഗങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള വ്യത്യാസം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ കഴിയുമെന്ന് വളരെ പ്രഗത്ഭരായവർ പറയും. നമുക്ക് അങ്ങനെയുള്ള ഒരു ഇഷ്ടംപോലെ പേരുണ്ട്, നമുക്ക് കണ്ടുപിടിക്കാം. ഓരോ ക്ലാസ്സുകളായിട്ട് മുന്നോട്ട് പോകാം. എല്ലാവരും പാടാൻ തയ്യാറായിക്കോട്ടോ. പഴയ പാട്ടൊക്കെ റെഡിയാക്കി. 72 രാഗങ്ങൾ, ആ 72 രാഗങ്ങൾക്കും ഓരോ നാഡിയുമായിട്ട് ബന്ധമുണ്ട്. നമ്മുടെ മെഡിറ്റേഷനിൽ കൂടെ കടന്നു വരും. പഴയ പാട്ട് പുസ്തകം തെരഞ്ഞു പിടിക്കാം സാർ. തട്ടും പുറത്തിരിക്കുന്നതൊക്കെ എല്ലാവരും അങ്ങനെ ഒരു പാട്ട് പുസ്തകമൊക്കെ കയ്യിലെടുത്തോളൂ, അല്ലെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങിച്ചോളൂ. കഴിഞ്ഞ ആഴ്ച ഞാൻ അന്വേഷിച്ചില്ല പാട്ടിന്റെ ബുക്ക്. ഞാൻ നെറ്റിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ മാം, നെറ്റിൽ ഇഷ്ടം പോലെ കിടക്കും എല്ലാ പാട്ടുകളും, പഴയ പാട്ടുകളും പുതിയ പാട്ടുകളും. അല്ല, പഴയ ബുക്കാണെന്ന് എല്ലാം കൂടി ഒരുമിച്ച് ഇങ്ങനെ കിട്ടൂലോ. ഇപ്പൊ ഇല്ല, ഇപ്പൊ കുറവുണ്ട്. പഴയ ബസ് സ്റ്റാൻഡുകളിലൊക്കെ നോക്കിയാൽ കാണാം. ജോസഫ് ജോൺസ്, ശ്രീമതി മാം ഫൈനൽ ഒരു പാട്ടോടെ പാടുന്നോ? ഇല്ല മാം എന്താ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ചെയ്യൂ കേട്ടോ. അതുപോലെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തോളൂ. നമുക്കൊരു ക്ലാസ് കണ്ടിന്യൂ ഇനിയും ഉണ്ട്. ഒരു ഫിലോമിന മാം എന്ന് പറഞ്ഞ ടോർച്ചറൊക്കെ ക്ലാസ് എടുക്കുന്ന ഒരു മാം ഉണ്ട്. പല പ്രാവശ്യം ഞാൻ മനസ്സിൽ കണ്ടതാണ് എനിക്ക്. പിന്നെ ഞാൻ അങ്ങ് വിട്ടുപോയി. ഫിലോമിന ജോസഫ്. അങ്ങനെ നല്ല രസകരമായ പാട്ടുകൾ, അത് ഓരോ രാഗത്തിന്റെ പ്രത്യേകം പാട്ടുകൾ അതെന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ. പക്ഷെ അതിനൊരു ഇങ്ങനെയുള്ള പ്രോബ്ലം വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ റെക്കോർഡഡ് പാട്ടുകളായിരിക്കും അത് ഉപയോഗിക്കുന്നത്. എനിക്ക് ജോസഫ് സാറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, സാറ് തന്നെ അങ്ങ് പാടുക. അപ്പോൾ അതിന് ഭയങ്കര ഇഫക്റ്റാണ്. മറ്റേ റെക്കോർഡ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അതെല്ലാം എടുത്ത് കളയേണ്ടി വരും. കാരണം യൂട്യൂബ് റെക്കോർഡിങ്ങിലേക്ക് വരുമ്പോൾ ഈ കോപ്പിറൈറ്റ് ഒരു വലിയ പ്രോബ്ലമാണ്. അപ്പൊ അതാണ് സമയം പോകും. അപ്പോൾ നമ്മൾ 3-4 പേര് പാടിയാൽ മതി. അങ്ങനെയുള്ള ഒരു അതുകൊണ്ടാണ് ഞാൻ അതൊന്ന് ഡിലേ ആക്കിയത്. കാരണം ഞാനിത് കട്ട് ചെയ്ത് വിഷമം, ഈ ഇട്ട വീഡിയോസ് എല്ലാം നമ്മൾ കട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ താങ്ക് യു ജോസഫ് സാർ, വളരെ സന്തോഷം. വളരെ കൂടുതൽ കൃത്യമായി നമുക്ക് പുതിയൊരു രീതിയിലേക്ക് മാറാനുള്ള ഒരു തലവും കൂടെ തീർച്ചയായിട്ടും കഴിഞ്ഞ 2 ക്ലാസ്സുകളിലൂടെ കൊണ്ടുവന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത. അത് ഞങ്ങൾ എല്ലാവരും ഉൾക്കൊള്ളുന്നു. ഇനി നമ്മളെല്ലാവരും പാട്ടുകാരായി. സംഗീതം നമ്മുടെ സന്തത സഹചാരിയായി മാറും. സ്വല്പം ശ്രദ്ധ, അല്ലെ, ഒരു ചെറിയ അവയർനെസ് നമുക്ക് നമ്മുടെ സംഗീതത്തിലേക്കൊന്ന് കൊടുക്കാം. മാറ്റങ്ങളിൽ നമുക്ക് പ്രകടമായി ഉണ്ടാകുന്നത് കാണാം. കൂടുതൽ സന്തോഷം. കൂടുതൽ മെന്റൽ ഹെൽത്ത് കൂടും എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക് യു.
नदिया का पानी दरिया से मिलके सागर की ओर അപ്പൊ ഒരാളെയും കൂടെ നമുക്ക് നമ്മുടെ കൂടെ കിട്ടി എന്നുള്ളത് മനസ്സിലായി. താങ്ക് യു. ഗുഡ് നൈറ്റ്. ബൈ ബൈ. സീ യു.